السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ സദസ്സിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ഖുദ്സിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും അതിൻ്റെ ഉത്ഭവവും പിന്നീടുണ്ടായ എണ്ണമറ്റ ഉത്ഥാന പതനങ്ങളും അതിൻ്റെ ചരിത്രവും ഇന്നത് എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഫലസ്തീനിലാണ് ആ വിശുദ്ധമായ പ്രദേശമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി അലൈഹിസ്സലാം മുഖേന ബനു ഇസ്രായേൽക്കാരോട് ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, വിശുദ്ധമായ നിങ്ങളുടെ ഭൂമിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലൂ എന്ന് പറഞ്ഞത് സൂറത്തുൽ മാഇദയിലുണ്ട്. അതൊരു ദീർഘമായ സംഭവമാണ്. ഒരുപാട് ആയത്തുകളുണ്ട് സൂറത്തുൽ മാഇദയുടെ. ഏതാണ്ട് 20 ശേഷമുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതൊരു വിശുദ്ധ ഭൂമിയായിട്ടാണ് അല്ലാഹു തആല ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ അർളുൽ മുഖദ്ദസ, അതിൽ നിന്നാണ് അതൊരു ഖുദ്സാണ് എന്ന്, അല്ലെങ്കിൽ നമ്മൾ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയും. വിശുദ്ധമായ പ്രദേശം. ജെറൂസലേം എന്ന് പറഞ്ഞാലും ഓർഷലേം എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം അത് തന്നെയാണ്, വിശുദ്ധമായ പ്രദേശം. അപ്പം എന്താണ് ഈ ഫലസ്തീൻ? എങ്ങനെയാണ് ഈ ഖുദ്സ് അവിടെ വന്നത്? എങ്ങനെയാണ് അവിടെ മസ്ജിദുൽ അഖ്സ വന്നത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നത് നമ്മൾ ശരിക്ക് റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ 3 പള്ളികൾ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ 3 പള്ളികളിലേക്ക് തന്നെയും പ്രത്യേകമായി യാത്ര ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്തേക്കും പള്ളി എന്നുള്ള ആൾക്ക് അങ്ങനെ പോകേണ്ട പ്രത്യേകതകളൊന്നുമില്ല. ഈ 3 പള്ളി പ്രത്യേകമാണ്. അപ്പോൾ നമ്മുടെ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എണ്ണമറ്റ അമ്പിയാക്കന്മാർ അവിടെ താമസിച്ചിട്ടുണ്ട്, അവരുടെ പ്രബോധന കേന്ദ്രമായിട്ടുണ്ട്, അവരുടെ ഉത്ഭവ കേന്ദ്രമായിട്ടുണ്ട്. പിന്നെ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരും അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫലസ്തീൻ ഭയങ്കര ആഗോളതലത്തിൽ വലിയ ഇഷ്യൂ ആയിരിക്കുന്ന, മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വേദനിക്കുന്ന അനുഭവമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫലസ്തീനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. അവിടെ ശരിക്ക് ഒരു 4500, 5000 അല്ലെങ്കിൽ ഒരു 6000-ന്റെ താഴെ വർഷങ്ങളുടെ ഹിസ്റ്ററി ഇപ്പം നമ്മളെ കൺമുമ്പിലുള്ളൂ, ഹിസ്റ്റോറിയന്മാരിൽ നിന്ന് കിട്ടിയത്. അതിന് മുമ്പുള്ളത് വ്യക്തമല്ല. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വരുന്നത് മുതൽ ഉള്ള ഏറെക്കുറെയുള്ള ചരിത്രം. ഇബ്രാഹിം നബി അവിടെ വരുമ്പോൾ ഫലസ്തീൻ കൻആനികളുടെ നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അർള് കൻആൻ, കൻആനികൾ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട കൻആന്റെ മക്കളാണ് ബനു കൻആൻ. അപ്പോൾ അവർ അങ്ങോട്ട് കുടിയേറി പാർത്തതാണ്. അവർ ശരിക്കും അറബികളാണ്. അപ്പോൾ അവിടെ കന്യാനികൾ കുടിയേറി പാർത്ത് അവരാണ് ആ രാജ്യത്തെ കൃഷി ചെയ്തും കന്നുകാലികളെ മേച്ചൊക്കെ ആവാസ കേന്ദ്രമാക്കിയത്. അതൊരു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് ഈ ഫലസ്തീൻ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ വെതർ വളരെ അട്രാക്റ്റീവായ വെതറാണ്. മെഡിറ്ററേനിയൻ വെതർ എന്നാണ് അതിന് പറയുക. മെഡിറ്ററേനിയൻ്റെ കിഴക്ക് ഭാഗത്തായതുകൊണ്ട് എപ്പോഴും നല്ല കാലാവസ്ഥയിൽ. രണ്ടാമത്തേത് ഫലഭൂയിഷ്ടമായ മണ്ണാണ്. പിന്നെ ആ ഭൂമിയുടെ പ്രകൃതി തന്നെയും ഒരു ആകർഷകമായ മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ്, ലാൻഡ്സ്കേപ്പ്.
അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അതൊരു ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ആവാസ കേന്ദ്രമാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ആ കന്നാനികളുടെ നാട്ടിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്നത്. ഇബ്രാഹിം നബി ശരിക്ക് ഊറിലാണ് ജനിക്കുന്നത്. ഇബ്രാഹിം നബിൻ്റെ ആ സമൂഹം എന്ന് പറഞ്ഞാൽ കെൽദാനികളാണ്. അപ്പോൾ ഊറിൽ ജനിച്ച് പിന്നെ അവിടുന്ന് ബാബിലോണിയിലേക്ക് അവർ കുടിയേറി, ഇബ്രാഹിം നബിയും കുടുംബവും എല്ലാം കൂടെ. ബാബിലോണിയിൽ നിന്ന് പിന്നെ അവർ ഹറാനിലേക്ക്, ഹറാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുർക്കിയുടെ തെക്ക് ഭാഗത്തുള്ള സിറിയനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഹറാൻ. അവിടെയാണ് നമ്രൂദിന്റെ പ്രദേശം. അവിടേക്ക് കുടിയേറി. അവിടെ നിന്ന് ആണ് പിന്നെ നമ്രൂദുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകുന്നതും അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവിടുന്ന് വീണ്ടും ഹിജറ പോകുന്നത്. അവിടുന്ന് പിന്നെ ഷാമിൽ വന്ന്, ഷാം പറഞ്ഞ ഇപ്പോഴത്തെ സിറിയ, ഡമസ്കസ്, അവിടെ വന്ന് അവിടെ നിന്നാണ് ഫലസ്തീനിലേക്ക് വരുന്നത്. ഫലസ്തീനിൽ വന്നിട്ട് അവര് ഹെബ്രോൺ എന്നിപ്പോൾ പറയും, അവിടെ അതായത് അൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസാക്കിയത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ കാലഘട്ടം ഒരു 4000-ഓളം വർഷം മുമ്പാണ്. അത് മുതലുള്ള ചരിത്രങ്ങളാണ് നമ്മൾക്ക് അറിയാവുന്നത്. കാരണം ഖുർആനിൽ സംബന്ധമായിട്ട് സൂചനകളുള്ളൂ. മറ്റുള്ള ചരിത്രങ്ങളും അത്ര നമുക്ക് അവലംബിക്കാവുന്ന ആയിക്കൊള്ളുന്നില്ല. വിശുദ്ധ ഖുർആന്റെ സൂചനകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ എന്നുള്ള പള്ളി എത്രയോ മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കഅബക്കുണ്ടായ അതേ സാഹചര്യം തന്നെയാണ്. കഅബയും എത്രയോ വർഷം നിർമ്മിക്കപ്പെട്ടു. പിന്നെ കുറെ കാലം തകർന്ന് അടിഞ്ഞ് അതിൻ്റെ ആധാറുകളൊന്നും ഇല്ലാതെ പോയി. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് അതിനെ പുതുക്കി നിർമ്മിക്കുന്നത്. അതുവരെ അതിൻ്റെ ഹിസ്റ്ററി ഒന്നും അധികം ആളുകൾക്ക് അറിയില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് അഖ്സ എന്ന് പറയുന്ന ഒരു പള്ളിയും. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് രണ്ടിൻ്റെ ഇടയിൽ 50 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ കഅബ നിർമ്മിച്ച അതേ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് അഖ്സയും നിർമ്മിച്ചിട്ടുണ്ടാണ്. പക്ഷെ ഒന്നും അറിയില്ല ആരുകൾക്കും, അന്ന് അതിൻ്റെ ആധാറുകളൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരകളാണ് ബനു ഇസ്രായേൽക്കാർ. യാക്കൂബ് നബിയുടെ കാലഘട്ടം വന്നപ്പോഴേക്ക് ഫലസ്തീനിൽ വലിയ ജനസാന്ദ്രതയൊക്കെ കൂടി അവർക്ക് അവിടെ വലിയ ക്ഷാമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴാണ് അവർ ഈജിപ്തിലേക്ക് പോകുന്നത്. ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ വലിയ അധികാരം ലഭ്യമാവുകയും വലിയ കൃഷി ഇടങ്ങൾ ഉണ്ടാവുകയും അത് സ്റ്റോർ ചെയ്യുകയും ലോകത്തിനാകെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നൊരു കാലഘട്ടമുള്ളൂ. അങ്ങനെയാണ് അവർ ഒന്നായിട്ട് ഈജിപ്തിലേക്ക് കുടിയേറുന്നത്. ബനു ഇസ്രായേൽക്കാർ പിന്നീട് ശരിക്കും ഈജിപ്തിലാണ് അവരുണ്ടായിരുന്നത്. അവിടെ തലമുറകളൊക്കെ പെറ്റുപെരുകിയതൊക്കെ ഈജിപ്തിലാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഏതാണ്ട് 500ഓളം വർഷം കഴിഞ്ഞിട്ടാണ് ആ ബനു ഇസ്രായേലിൽ മൂസാ നബി അലൈഹി സ്വലാം വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ആണ് പിന്നീട് അവിടെ ഫിർഔനിൽ നിന്നുണ്ടായ കൊടിയ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ ബനു ഇസ്രായേൽക്കാരെ കൂട്ടിയിട്ട് അവിടെ നിന്ന് ഹിജറ പോരുന്നത്. അവരവിടുന്ന് കടന്നു വന്നത് സീനായിലേക്കാണ്. സീനായിൽ അവർ കുറച്ചു കാലം ജീവിച്ച സമയത്താണ് അല്ലാഹു തആല ഈ വിഷയം പറയുന്നത്. ഇനി നിങ്ങൾ പോകേണ്ടത് എവിടേക്കാണ്? നിങ്ങൾ വന്ന സ്ഥലം ഫലസ്തീനാണ്. അപ്പോൾ അത് വിശുദ്ധമായൊരു ഭൂമിയാണ്, അവിടേക്ക് പോകണം. കാരണം അവിടെ ഒന്ന് മസ്ജിദുൽ അഖ്സയുടെ അസ്ഥിവാരമുണ്ട്, അത് ഇമാർത്ത് ആള് വേണം. ഇപ്പോൾ അവിടെ ഉള്ളത് ഈ കന്നാനികളുടെ പിൻതലമുറയിൽപ്പെട്ട അമാലിഖത്താണ്. അവർ കുറച്ച് കഠിന സ്വഭാവികളും അവിടെ ധിക്കാരികളും അതിക്രമകാരികളായതുകൊണ്ട് അവരെ മാറ്റിയിട്ട് ആ ഒരു വിശുദ്ധ ഭൂമിയിൽ നല്ലൊരു ടീം വരാന്നുള്ളതാണ് അല്ലാഹു തആല ഇവരെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് അത് പോകാൻ കൂട്ടാക്കുന്നില്ല. ഖുർആനിൽ അത് നിങ്ങൾ പഠിച്ചാൽ മതി, ഖുർആൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൂറത്തുൽ മാഇദത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവര് എന്താ പറയുന്നുണ്ട്? ഞങ്ങൾക്ക് സാധിക്കൂല, അവിടെ ജബ്ബാരിയങ്ങളായ ശക്തരായ ആളുകളുള്ളത് ഞങ്ങളെ കൊണ്ട് കഴിയില്ല, യുദ്ധത്തിന് ഞങ്ങൾ വരില്ല. ഇദ്ഹബന്ത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുനാ ഖാഇദ്. മൂസാ നബി അലൈഹി സ്വലാം ഫലസ്തീൻ ഇങ്ങനെ കാണുന്ന പ്രദേശം വരെ, ജോർദാൻ നദിയുടെ കിഴക്കൻ തീരത്ത് അവിടുന്ന് നോക്കിയാൽ ഫലസ്തീൻ കാണും. അവിടെ വന്നിട്ടാണ് ഇവരോട് പറയുന്നത്. അവിടുന്നാണ് ഇവർ പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇനി കഴിയില്ല. അതുവരെ അവർ കൂടെയുണ്ട്. നിബു പർവ്വതം ഇപ്പൊ ഇന്നും ജോർഡാനിൽ പ്രസിദ്ധമാണ്. മൂസാ നബി അലൈഹി സ്വലാം എന്ന് വന്ന ആ പർവ്വതം നിബു പർവ്വതം.
അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പിന്നെ അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, പടച്ചോനെ എന്തായിരുന്നാലും പിന്നെ ഇവരും കൂട്ടിയിട്ട് മുന്നോട്ട് എന്നുള്ള സാധ്യമാവില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, അവന് തയ്യാറല്ലെങ്കിൽ അവർ ഇനി അലഞ്ഞു നടന്നോട്ടെ 40 വർഷം, അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ മൂസാ നബി അവരും കൂട്ടിയിട്ട് പിന്നെ ഈ തീഹ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കെർഹ് എന്നൊക്കെ പറയും, ജോർഡാനിലെ പ്രദേശമാണ്. അതും സീനായ്ക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾക്കാണ് തീഹ് എന്ന് പറയും. അപ്പോൾ അവിടെ പിന്നെ 10-40 വർഷം ഇവരിങ്ങനെ നടക്കുകയാണ്. അവസാനം മരണാസന്നായ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ദുആ, പടച്ചോനെ എന്നെ മസ്ജിദുൽ അഖ്സയുടെ ഒരു റംയത്ത് ഹജർ കല്ലെറിഞ്ഞാത്ത ദൂരത്തേക്കെങ്കിലും എന്നെ എത്തിക്കണം എന്ന് പറയുന്നു. അപ്പോൾ മൂസാ നബിയുടെ മരണവും ഖബറും ഒക്കെ പിന്നെ അവിടെ ഉണ്ടായത്, ഫലസ്തീനിൽ തന്നെ ഉണ്ടായത്. ഇവരേറ്റ് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ശേഷം മൂസാ നബി വഫാത്തായതിൻ്റെ ശേഷമാണ് മൂസാ നബിയുടെ സഹചാരിയായിരുന്ന യൂഷഅ ഇബ്നു നൂൻ, ഖുർആനിൽ ഫത്താ മൂസ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫ്. ഇത് ഖാല മൂസ ലി ഫത്താഹു എന്ന് പറയും. മൂസാ നബി തൻ്റെ ഫത്തയോട് പറഞ്ഞ സന്ദർഭം. അപ്പോൾ ഈ ഫത്താ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, യൂഷഅ ഇബ്നു നൂനാണ്. മൂപ്പരാണ് പിന്നീട് ആ ദൗത്യം, മൂസാ നബിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ യൂഷഅ ഇബ്നു നൂന് ഇവരെ രണ്ടാമത് സംഘടിപ്പിക്കുകയാണ്, ഇവരെ ബനു ഇസ്രായേൽക്കാർ. അവരാണ് പിന്നെ ബനു ഇസ്രായേൽ ശരിക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അല്ലാഹു തആല അവർക്ക് താലൂത്തിനെ ഒരു രാജാവായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. താലൂത്തിൻ്റെ ലീഡർഷിപ്പിൽ ദാവൂദ് നബി അലൈഹിസ്സലാം, അന്ന് നല്ല യുവാവാണ്, ദാവൂദ് നബി ആ കൂട്ടത്തിലുണ്ട്. പിന്നെ നല്ല പറ്റുന്ന യോഗ്യരായ ടീമാണ്. അവർ ജോർഡാൻ നദി കടന്നുപോയി. അത് വലിയ ഹിസ്റ്ററിയാണ്, നിങ്ങൾ പഠിച്ചാൽ മതി. അവർ കടന്നുപോയി. ഇപ്പോൾ അരീഹ എന്ന് പറയുന്ന, അതായത് ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അവരുമായിട്ട് അമാലിഖത്തുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നതും അവരുടെ നേതാവായിരുന്ന ജാലൂത്തിനെ ദാവൂദ് അലൈഹിസ്സലാം കൊന്നുകളയുന്നു, എന്നിട്ട് തിരിച്ചു പിടിക്കുന്നത്. അങ്ങനെ താലൂത്താണ് അവിടെ അധികാരം സ്ഥാപിക്കുന്നത്. താലൂത്തിന്റെ ശേഷം ഒരു ഇസ്രയേലി കിങ്ഡം സ്ഥാപിക്കുന്നത് ആദ്യമായിട്ട് ദാവൂദ് നബിയാണ്. ഇസ്രയേലി കിങ്ഡം എന്ന് പറയാവുന്ന ഒരു ഭരണകൂടം ഇസ്രയേലികളുടേതായിട്ട് ഫലസ്തീനിൽ സ്ഥാപിക്കുന്നത് ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി താമസിച്ചിരുന്ന സിയോൺ എന്ന് പറയുന്ന ഒരു കുന്നിന്റെ മുകളിൽ, അതായത് ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന ആ കുന്നിന്റെ തൊട്ട് മുന്നിലുള്ള വേറൊരു കുന്നാണ് സിയോൺ കുന്ന്. ആ സിയോണിന്റെ മൂപ്പരുടെ ഖബർ അവിടെ തന്നെയുള്ളത്. അപ്പൊ സിയോൺ കുന്നിലാണ് മൂപ്പര് താമസിച്ചിരുന്നത്. അപ്പൊ ദാവൂദ് നബിയാണ് ശരിക്ക് ഈ ഇസ്രയേലി സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. പിന്നെ ദാവൂദ് നബിന്റെ ശേഷം വരുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമാണ്. അല്ലാഹു തആല അപൂർവമായിട്ടേ പ്രവാചകന്മാർക്ക് രാജാധികാരം കൊടുത്തിട്ടുണ്ട്. വളരെ റയറായിട്ട്, അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ യൂഷഅനെ അല്ലാഹു തആല രാജാധികാരം കൊടുത്തില്ല, രാജാവിനെ വേറെ കൊടുക്കുക ചെയ്തു. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ്. ആ അപൂർവങ്ങളിൽ അപൂർവമായതാണ് ദാവൂദും സുലൈമാനും അലൈഹിമസ്സലാം. രണ്ടാളും നബിമാരായിരിക്കെ തന്നെ രാജാക്കന്മാരുമായിരുന്നു. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് അവിടെ ഈ ഹൈക്കൽ സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് പഴയ അസ്ഥിവാരത്തിൽ കെട്ടിടം ഉണ്ടാക്കുന്നത്. മസ്ജിദുൽ അഖ്സയുടെ ഹൈക്കൽ സുലൈമാൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ശരിക്ക് ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇന്നും ഈ ജൂതന്മാര് ഫലസ്തീൻ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നതും തിരിച്ചു കിട്ടണം എന്ന് അവര് ആവശ്യപ്പെടുന്നതും ഈ ഹൈക്കൽ സുലൈമാനാണ്. ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു വീപ്പിംഗ് വാൾ ഉണ്ട്, അവർ കരയുന്ന ഒരു മതിൽ. അപ്പൊ അവിടെ വന്നിട്ട് അവർ കരയാൻ കാണാം, അതിന്റെ ഉള്ളിലാണ് ഈ ഹൈക്കൽ ഉള്ളത്, ഈ ഹൈക്കൽ സുലൈമാൻ ഉള്ളത്. ആ അസ്ഥിവാരത്തിൽ, അതായത് ശരിക്കും മസ്ജിദുൽ അഖ്സയുടെ അസ്ഥിവാരം സ്ഥാപിച്ചു എന്നർത്ഥം. ഇബ്രാഹിം നബി കഅബ ഷരീഫ് നിർമ്മിച്ചതുപോലെ. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഏത് ഭരണകൂടങ്ങളും തകർന്നു പോകും. അത് എന്ത് നല്ല ഭരണകൂടമായിരുന്നാലും മോശപ്പെട്ട ഭരണകൂടമായിരുന്നു ഒന്നിനും നിലനിൽപ്പുണ്ടാവില്ല. ദുന്യാവിൽ അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങൾ സുന്നത്തുല്ലാഹ് എന്നതിന് പറയും. അള്ളാഹുവിന്റെ നടപടിക്ക് സുന്നത്തുല്ലാഹി വലം തജിദ് ലിസുന്നത്തില്ലാഹി തബ്ദീല. പിന്നീട് അതിന്റെ ശേഷം ഒരുപാട് ഇവർ വന്നു, ബാബിലോണിക്കാർ വന്നു, ബുഖ്തുനസർ വന്നു. ഇവരൊക്കെ അവിടെ വന്നിട്ട് അതിക്രമങ്ങൾ നടത്തുകയും ഈ സാമ്രാജ്യങ്ങളെ തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ജൂതന്മാർക്ക് നാടുവിടേണ്ടി വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആക്രമിക്കുന്നത് ജൂതന്മാരാണ്. ഈ കിങ്ഡത്തെ സുലൈമാൻ നബി സ്ഥാപിച്ച ആ ജൂത സമൂഹത്തിനൊക്കെ വന്നിട്ട് ബുഖ്തുനസർ വന്ന് ആക്രമിക്കുന്നതും ആശൂരികൾ വന്ന് ആക്രമിക്കുന്നതും അതിന്റെ ശേഷം പേർഷ്യക്കാർ വന്നിട്ട് ആക്രമിക്കുന്നതൊക്കെ ഇവർ തന്നെയാണ്.
അപ്പോഴൊക്കെ ഇവർ ഛിന്ന ഭിന്നമായി പോവുകയാണ്. നാനാഭാഗത്തും കുറേ ആളുകൾ പോകും, കുറച്ച് ആളുകൾ അവിടെ നിലനിൽക്കും, ഇവരുടെ കെട്ടിടങ്ങൾക്ക് തകർക്കപ്പെട്ടു പോകും, ആസ്തികൾ നഷ്ടപ്പെട്ടു പോകും, വീണ്ടും അവർ സംഘടിപ്പിച്ചു വരും. അപ്പോഴേക്ക് ഇതുപോലെ പുറത്തുനിന്ന് വീണ്ടും ആക്രമണകാരികൾ വരും. അങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ വരുന്നത്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അതോടെയാണ് ഇവരുടെ ഈ ഗ്രീക്ക് ആധിപത്യം അവിടെ വരുന്നത്, ഗ്രീക്ക് ആധിപത്യം. പക്ഷെ അത് കുറച്ചു കാലം നിന്നുള്ളൂ. അലക്സാണ്ടർ ഏറെക്കുറെ ലോകം മുഴുവത്തിന്റെ നല്ലൊരു ഭാഗം കീഴടക്കി. അദ്ദേഹം പിന്നെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കുന്ന ആളല്ല. ഫതഹകളാണ്, മുന്നേറ്റങ്ങളാണ്. പല ഭാഗങ്ങളിലും അധികാരം സ്ഥാപിച്ചു. അയാൾ മരിച്ചുപോയി. അയാൾ മരിച്ചുപോയപ്പോൾ രാജ്യവും ഇതേമാതിരി ഛിന്നഭിന്നായി. അലക്സാണ്ടറുടെ സാമ്രാജ്യം 2 പാർട്ടായി. ഒന്ന് ടോളമിയുടെ നേതൃത്വത്തിൽപ്പെട്ട ഈജിപ്തിലെ അലക്സാണ്ട്രിയ കേന്ദ്രമായിട്ടൊരു ഭരണകൂടം, പിന്നെ ഇപ്പോഴത്തെ സിറിയന്റെ വടക്ക് പടിഞ്ഞാറ് തുർക്കിയിലുള്ള അന്താക്കിയ കേന്ദ്രീകരിച്ചിട്ട് വേറെ ഒരു ഭരണകൂടം. അങ്ങനെ ഉണ്ടായി പളർന്നു പോയത്. പിന്നെ ഇവർക്കിടയിലുള്ള തർക്കങ്ങളിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ് ഫലസ്തീൻ കാലാകാലം സംഘർഷങ്ങളുടെ ഭൂമി തന്നെ. പിന്നെ ഈസാ നബി വരുന്നതിൻ്റെ ഏതാണ്ട് ഒരു 60-70 കൊല്ലം മുമ്പാണ് റോമക്കാരുടെ ആക്രമണം ഉണ്ടാകുന്നത്, റോമൻ ആധിപത്യം വരുന്നത്. ആ സമയത്ത് ഈസാ നബി വരുമ്പോഴൊക്കെ ശരിക്ക് റോമൻ ആധിപത്യത്തിലാണ് ഇവരുള്ളത്. ജൂതന്മാർ അവിടെ ഉണ്ടെങ്കിലും ശരിക്ക് റോമന്റെ കീഴിലാണ് അവർ. ഈസാ നബി അലൈഹി സ്വലാമിനെ പിന്നെ ഈ ജൂതന്മാരാണ് ഈ റോമൻ ഭരണാധികാരിക്ക് പിടിച്ചു കൊടുക്കുന്നതും കൊല്ലാൻ തീരുമാനിക്കുന്നതും. അള്ളാഹു തആല രക്ഷപ്പെടുത്തി പോയി. പിന്നെ ഈസാ നബിന്റെ ആ കാലഘട്ടം കഴിഞ്ഞു. ഈസാ നബിന്റെ മതം ദഅവത്ത് ഫലസ്തീനിലുള്ളതിനേക്കാൾ കൂടുതൽ റോമിൽ പ്രചരിച്ചു. അങ്ങനെ റോമക്കാർ പിന്നീട് എന്ത് ചെയ്ത് ക്രിസ്ത്യാനികളായിട്ട് മാറി. അങ്ങനെ റോം ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സാമ്രാജ്യമായിട്ട് പിന്നെ മാറുന്നതാണ് നമ്മൾ കാണുന്നത് കുറച്ചു കാലം. പിന്നെ കുറേ നൂറ്റാണ്ടുകൾ അങ്ങനെ കിടക്കണം. റോമൻ ആധിപത്യത്തിലാണ് ലോകത്തെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളുടെയും. അവർ ഫലസ്തീൻ മാത്രമല്ല, ഷാം ഏറെക്കുറെ മുഴുവൻ അവർ പിടിച്ചടക്കി. ഈജിപ്ത് റോമന്റെ കീഴിലായിരുന്നു, ഫലസ്തീൻ റോമന്റെ കീഴിലായിരുന്നു, സിറിയ റോമന്റെ കീഴിലായിരുന്നു. വലിയൊരു ഏരിയ റോമന്റെ കീഴിലായിരുന്നു. റോം 2 എണ്ണമായി. പിന്നീട് റോം വളർന്നിട്ട് കിഴക്കൻ റോമൻ സാമ്രാജ്യം ഉണ്ടായി, ഇസ്തംബൂൾ കേന്ദ്രമായിട്ട് ബൈസന്റിയൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇസ്ലാമിന്റെ മുന്നേറ്റം വരുന്നത്, ഫത്തഹ് വരുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന കാലത്ത് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാം കീഴടക്കുകയാണ്. ഷാമിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ അവർ കീഴടക്കി. ലാസ്റ്റ് ഇനിയിപ്പോൾ ഫലസ്തീനിലേക്കാണ് അവർക്ക് കടന്നു ചെല്ലാനുള്ളത്. അപ്പോൾ യർമൂക്ക് യുദ്ധത്തിൽ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി. കിഴക്കൻ റോമിന്റെ തകർച്ച പൂർണ്ണമായി. അതോടുകൂടി ആ പ്രദേശം മുഴുവനും ഇസ്ലാമിന്റെ ഖിലാഫത്തിൽ വന്നു. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അവിടെ ഗവർണറായി, വാലിയായി നിയമിക്കപ്പെട്ടു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് നീങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുമ്പോൾ പിന്നെ ഫലസ്തീൻ റോമക്കാരുടെ കീഴിലുള്ളതാണ്. അവരുടെ കനീസകളും അവരുടെ ചർച്ചുകളും അവരുടെ ആധിപത്യങ്ങളാണ്. അപ്പോൾ അവർ ഒരു സംഘർഷം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സമവായത്തിലെത്തുന്നതും ബൈത്തുൽ മുഖദ്ദസ് തിരിച്ച് കൊടുക്കാമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നതൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവിടെ മുതലാണ് നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത്. അതുവരെ ഫലസ്തീൻ്റെ അവസ്ഥ ആണ് ഇപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു. അവിടെ മുതൽ പിന്നെ ഇസ്ലാമിൻ്റെ ആധിപത്യത്തിലാണ്, ഖിലാഫത്തിൻ്റെ ആധിപത്യത്തിലാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലശേഷം പിന്നെ ഖിലാഫത്ത് റാഷിദിന്റെ കാലഘട്ടത്തിലൊക്കെ അവിടെ ഗവർണർമാരുണ്ട്, അവിടെ വാലിമാരുണ്ട്. ഇപ്പോൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ആണ് അവിടുത്തെ ആദ്യത്തെ ഖാളി. ബൈത്തുൽ മുഖദ്ദസിന്റെ ആദ്യത്തെ ഖാളി ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ ഖബർ അവിടെ തന്നെയാണ്. സഹാബി പ്രമുഖനാണ്, വലിയ മഹാനാണ്. ഒരുപാട് സഹാബികളുടെ ഖബറുകൾ അവിടെയുണ്ട്. അപ്പൊ ഈ ബൈത്തുൽ മുഖദ്ദസ് പിന്നീട് ഉമവികൾ ഭരണം ഏറ്റെടുത്തപ്പോൾ അവരുടെ ഭരണാധികാരത്തിന്റെ കീഴിലായി. അപ്പൊ ഡമസ്കസ് നിന്നാണ് പിന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ കൺട്രോളും നിയന്ത്രണമൊക്കെ ഉണ്ടായത്. ആ കാലഘട്ടത്തിലാണ്, ഉമവിയുടെ കാലഘട്ടത്തിലാണ് അവിടെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായത്. ആദ്യകാലം ഒന്നും ചെയ്യാലോ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്തൊന്നും പാടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവർ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ ഉമവി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മർവാനാണ് ഇപ്പൊ ഇന്ന് അവിടെ കാണുന്ന നമ്മൾ പഴയ അക്സ പള്ളി എന്ന് പറയുന്ന അക്സൽ ഖദീം എന്ന് പറയും. മസ്ജിദുൽ അക്സയുടെ പഴയ പള്ളി ഇപ്പോൾ അവിടെ ഉള്ളത്, അല്ലെങ്കിൽ മസ്ജിദുൽ ഖിബലി എന്നും അതിന് പറയാറുണ്ട്. അതായത് ശരിക്ക് ഒരു കുന്നാണല്ലോ ഇത്. ഈ ഖുദുസ് എന്ന് പറയുന്നത് ഒരു കുന്നാണ്, വലിയൊരു കുന്നാണ്. അപ്പൊ ആ കുന്നിന്റെ തെക്കേ എൻഡ്, പിന്നെ അവിടെ നിന്നാണ്ട് വഴി അഗാധമായൊരു ഗർത്താണ് ലാസ്റ്റ് തെക്കേ എൻഡ്, അതാണ് ഖിബില.
കാരണം ഫലസ്തീനിന് തെക്കോട്ടാണ് ഖിബല വരിക, പടിഞ്ഞാട്ടല്ല. അപ്പൊ ആ എൻഡിലാണ് ഈ പള്ളി നിൽക്കുന്നതുകൊണ്ട് അതിന് മസ്ജിദുൽ ഖിബലി എന്നും പറയും, മസ്ജിദ് മർവാനി എന്നും പറയും. അപ്പൊ മർവാനാണ് ആ പള്ളി നിർമ്മിക്കുന്നത്. അവരുടെ കാലത്തുള്ള നിർമ്മിതിയാണ് ഇപ്പം ഇന്നും അവിടെ ഉള്ളത്. കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഭൂകമ്പം, എന്നാലും അതിന്റെ അസല് അവിടെ നിലനിൽക്കുന്നു. പിന്നീട് മർവാന്റെ ശേഷം അബ്ദുൽ മലിക് ബിൻ മർവാനാണ് ആ ഇന്ന് നമ്മൾ കാണുന്ന കുബ്ബ നിർമ്മിച്ചത്. ആ കുബ്ബ നിൽക്കുന്ന പള്ളിയും ഈ അക്സ പള്ളിയും രണ്ടാണ്. അത് രണ്ട് കെട്ടിടം തന്നെയാണ്. കുബ്ബ നിൽക്കുന്ന ആ പാറന്റെ മുകളിലാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ ദിവസം ആകാശത്തിലേക്ക് കയറുന്ന സമയത്ത് ബേസ് ആയിട്ട് ഉപയോഗിച്ച പാറയാണ് സഹറത്ത്. അതിന്റെ അടിയിലൊരു ഗുഹയുണ്ട്, മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുന്ന ഒരു പാറയാണ്. ആ പാറയുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാൻ. ആ നിർമ്മിതിയാണ് ഇപ്പോൾ ഇന്നുള്ളത്. അതിന്റെ ആ ഗോൾഡന്റെ ഇത് മാത്രമേ പിന്നീട് വന്നുള്ളൂ. ആദ്യം അത് പിന്നെ തകരശീറ്റം ഉണ്ടായിരുന്നു. പിന്നെ ജോർഡാൻ രാജാവാണ് സ്വർണം പൊതിഞ്ഞത്. പിന്നീട് അവിടെ അതിന്റെ ഇന്നും ഇപ്പോൾ അവിടെ ചെന്നാൽ കാണുന്ന വലിയ ഈ ഖുദ്സിനെ ചുറ്റി നിൽക്കുന്ന വലിയ വാളുണ്ട്, ഒരു കോട്ടമതിൽ. ആ കോട്ടമതിൽ നിർമ്മിക്കുന്നത് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഉമവികളുടെ കാലഘട്ടത്തിലാണ് അവിടെ കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ശരിക്ക് അത് ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഇന്നും ആ പഴക്കമുള്ള അതേ സംഭവം തന്നെയാണ് അവിടെ വലിയ ചേഞ്ചൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. അതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പിന്നെ ഉമവികളുടെ കാലഘട്ടം അധികമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏതാണ്ട് 100 വർഷത്തിൽ താഴെയാണ് ഉമവികൾ ഉണ്ടായത്. പിന്നെ അബ്ബാസികൾ വന്നു. അപ്പൊ അന്ന് അബ്ബാസികളുടെ കാലഘട്ടത്തിൽ അബ്ബാസികളാണ് പിന്നെ ഖുദ്സിന്റെ ആധിപത്യം അവരുടെ കയ്യിലായിരുന്നു, ബഗ്ദാദ് കേന്ദ്രമായിട്ട്. പിന്നെ അബ്ബാസികൾ ദുർബലമായി സെൽജൂക്കിയുടെ കാലഘട്ടം വന്നു. സെൽജൂക്കിയുടെ കാലഘട്ടത്തിലാണ് കുരിശു യുദ്ധങ്ങൾ വരുന്നത്. കാരണം ഇവരുടെ ഭരണം ദുർബലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യൂറോപ്പിലുള്ള ക്രിസ്ത്യൻ സമൂഹം അവര് 2-3 പ്രേരണ ഉണ്ട് അവർ ഖുദ്സിലേക്ക് വരാൻ. ഒന്ന്, അവരുടെ ആധ്യാത്മികമായ ഒരു സംഭവം തന്നെയാണ്. ഈ ഖുദ്സ് അവരുടെ കയ്യിലായിരുന്നല്ലോ, ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു. അപ്പം അവരുടെ ചർച്ചും പിന്നെ ഈസാ നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലം എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കുരിശിലിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ അവരുടെ ആയതുകൊണ്ട് അവർക്കൊരു വൈകാരികമായ അടുപ്പുള്ളതാണ്. അപ്പൊ അത് തിരിച്ചു കിട്ടാന്നുള്ള ഒരു ആവശ്യമാണ്. രണ്ടാമത്തത് പൊളിറ്റിക്കലായിട്ട്, കാരണം ഈ സ്ഥലങ്ങളൊക്കെ ഒരു കാലത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്, അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ അത് തിരിച്ചു പിടിച്ച് രാഷ്ട്രീയമായ ആധിപത്യം സ്ഥാപിക്കൽ അവരുടെ ലക്ഷ്യമായിരുന്നു. മൂന്നാമത്തെ സാമ്പത്തികമായ ലക്ഷ്യം. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ സിൽക്ക് റൂട്ടിൽ നിന്ന് പോകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മാർക്കറ്റ് ചെയ്തിരുന്ന പ്രദേശമാണ് പശ്ചിമേഷ്യ. വലിയ മാർക്കറ്റായിരുന്നു ഡമസ്കസും അതുപോലെ ഫലസ്തീനൊക്കെ. അപ്പോൾ ആ മാർക്കറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ പല താല്പര്യങ്ങളാണ്. അങ്ങനെയുള്ള ഏത് സംഘർഷത്തിന്റെ പിന്നിലും ഇതുപോലെ ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും. ഒരു കാര്യം മാത്രമേ, ഒരു യുദ്ധം നടന്ന യുദ്ധത്തിന്റെ പിന്നിൽ ഒരുപാട് താല്പര്യം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ആർക്കെങ്കിലും ആരോടുള്ള ദേഷ്യം കൊണ്ടാണ് യുദ്ധം. അങ്ങനെയൊന്നല്ല. ദേഷ്യം അവരുണ്ടാക്കിയെടുക്കുന്നതാണ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി. ശത്രുതയും വെറുപ്പും സംഘർഷമൊക്കെ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം അവർക്ക് പൊളിറ്റിക്കൽ താല്പര്യം ഉണ്ടാവും, കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് ലോകത്ത് നടക്കുന്ന അധിക യുദ്ധങ്ങളുടെയും പിന്നിൽ ആയുധ കച്ചവടക്കാരുടെ വലിയ സ്വാധീനമുണ്ട്. പക്ഷെ പൊതുസമൂഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. ന്യൂസിലോ വാർത്തയിലോ വരുന്ന വിഷയമല്ല അത് അണ്ടർ ടേബിൾ ഡീലിംഗ് ആണ്. അതിപ്പോ ലോകത്തുള്ള ആളുകൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ താല്പര്യങ്ങളുണ്ടോ? ഏതായാലും കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായി, ഒരുപാട് യുദ്ധങ്ങളുണ്ടായി. 1-2 യുദ്ധങ്ങളല്ല, ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി. അവസാനം ക്രിസ്താബ്ദം 1099 പൂർണ്ണമായിട്ടും ബൈത്തുൽ മുഖദ്ദസ് നമ്മളെ കയ്യിൽ നിന്ന് പോവാണ്. അത് റോമക്കാരുടെ കംപ്ലീറ്റ് ആധിപത്യത്തിൽ, യൂറോപ്പിന്റെ ക്രിസ്ത്യൻസിന്റെ പൂർണ്ണമായ ആധിപത്യത്തിൽ വരികയാണ് ചെയ്യുന്നത്. ക്രിസ്താബ്ദം 1099 സംഭവം ഉണ്ടായത്. അപ്പൊ അന്ന് ലോകത്താകെ വലിയ ഭയങ്കര ദുഃഖമുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ആരാധനാ കേന്ദ്രം, ഇത്രമാത്രം പുണ്യമേറിയ സ്ഥലം പൂർണ്ണമായിട്ട് അന്യാധീനപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വേദന. പക്ഷെ പൊതുസമൂഹം വേദനിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്? ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾക്ക് കഴിയില്ല. അത് ചെയ്യേണ്ടത് ആരാണോ അധികാരങ്ങളിലുള്ളത്, അവര് എത്ര ശക്തരാണോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നിൽക്കുക. സ്പെയിന് തകർന്നപ്പോഴും എല്ലാവരും കരഞ്ഞു പോയിട്ടുണ്ട്. കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കരച്ചിലുണ്ടെന്ന് കാര്യം. അന്ന് യഥാർത്ഥത്തിൽ അതിന് കാരണമായത് അവര് വളരെ സംഘടിതമായിട്ട് വന്നു. യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ, അവര് തമ്മിലുള്ള ക്രിസ്ത്യാനികൾ ഒരുപാട് ഗ്രൂപ്പുകളായിരുന്നു.
ഒരുപാട് രാഷ്ട്രങ്ങളായിരുന്നു, പരസ്പരം യുദ്ധം ചെയ്തിരുന്ന രാഷ്ട്രങ്ങളായിരുന്നു. പക്ഷെ അവരതെല്ലാം മറന്നിട്ട് എന്ത് ചെയ്തു? ഒന്നിച്ചിട്ടാണ് അവരെ അറ്റാക്ക് ചെയ്തത്. നേരെ മറിച്ച് ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. സൽജൂക്കി ഭരണ കാലഘട്ടത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങളും ഭരണത്തിൽ നിന്ന് വിമോചനം നേടാനും സ്വാതന്ത്ര്യം നേടാനും ഭരണകൂടമായിട്ട് യുദ്ധം ചെയ്യാനും, പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഗോത്ര സംഘർഷങ്ങളും യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും 100,000 പ്രശ്നങ്ങളാണ് അന്ന് മുസ്ലിം ലോകത്തുണ്ടായിരുന്നു. ആ മുസ്ലിം ലോകം അന്ന് ഛിന്ന ഭിന്നായിരുന്നു. ആ മുസ്ലിം ലോകം ഭിന്നിക്കുകയും യൂറോപ്പ് ഒന്നിക്കുകയും ചെയ്തപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടു പോയി. സ്പെയിനിലും സംഭവിച്ച അങ്ങനെ തന്നെയാണ്. സ്പെയിൻ താരിഖ് ബിൻ സിയാദ് കീഴടക്കുന്ന സമയത്ത് അവിടുത്തെ ക്രിസ്ത്യാനികൾ ഛിന്ന ഭിന്നാണ്, പക്ഷെ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ്. ഉമവിയുടെ കാലഘട്ടത്തിലാണ്. മുസ്ലിങ്ങളെന്ന് ഒന്നാണ്, യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ ഭിന്ന. ആ ഭിന്നതയാണ് അവരെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് താരിഖ് ബിൻ സിയാദിന് കയറി ചെല്ലാനും സ്പെയിൻ കീഴടക്കാനും കഴിഞ്ഞത്. 6 നൂറ്റാണ്ട് കഴിഞ്ഞ് സ്പെയിനിൽ തന്നെയുള്ള മുസ്ലിങ്ങൾ പരസ്പരം ഭിന്നിക്കുകയും അവിടെ തന്നെ കോർഡോവയിലെ ഭരണകൂടവും സെവില്ലയിൽ വേറെ ഭരണകൂടവും ഒക്കെ ഉണ്ടായി. അവർ തമ്മിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടാവുകയും ചെയ്യുകയും ഫ്രാൻസിലും പിന്നെ സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ സംഘടിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുക. ലോകത്തിന്റെ പതിവതാണ്. അതാണ് നേരത്തെ പറഞ്ഞ സുന്നത്തുല്ലാഹി വലം തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ കുരിശുയുദ്ധത്തിൽ ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടതിന്റെ ശേഷം പിന്നീട് ആ ദുർബലമായി പോയ സമൂഹത്തെ രണ്ടാമത് പുനഃസംഘടിപ്പിച്ചൊരു ശ്രമം നടത്തുന്നത് ഇമാദുദ്ദീൻ ജംഗിയാണ്. ഇമാദുദ്ദീൻ ജംഗിയുടെ ഒരു ചെറിയ ഭരണകൂടമായിരുന്നു മൂപ്പരത്. വടക്കൻ ഇറാഖിന്റെ ചെറിയ ഗ്രൂപ്പാണ് അവർ, ഇമാദുദ്ദീൻ ജംഗി. പക്ഷെ അദ്ദേഹം നല്ലൊരു ധീരനും തൻ്റെടിയായിരുന്നത് കൊണ്ട് സിറിയയിലും മറ്റൊക്കെയുള്ള മുസ്ലിം ഭരണകൂടങ്ങളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെന്ന് ഭരണകൂടം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രോങ് ഉള്ള ഭരണകൂടമൊന്നുമില്ല. അവരൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും ഒന്നിച്ചു നിർത്തി ഒരു മുന്നേറ്റത്തിന് ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്ക് അദ്ദേഹം രോഗം ബാധിച്ച് മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ നൂറുദ്ദീൻ സംഖ്യയാണ് അത് അവരെ രണ്ടാമത് സംഘടിപ്പിക്കുന്നത്. പക്ഷെ നൂറുദ്ദീൻ സംഖ്യക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് അദ്ദേഹവും മരണം പിടികൂടി അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സൈനികരിൽ ഉണ്ടായിരുന്ന ഒരു പോരാളി മാത്രമാണ് സലാഹുദ്ദീൻ അയ്യൂബി, കുർദ് വംശജനാണ്. പക്ഷെ അദ്ദേഹം ഒരു അപാരമായ ബുദ്ധി സാമർത്ഥ്യത്തിന്റെയും ധൈര്യത്തിന്റെയും ഉടമയായിരുന്നു. അപൂർവമായിട്ട് അല്ലാഹു തആല അങ്ങനെ നിശ്ചയിക്കും ചില ആളുകൾ. കാരണം എന്തിനും ഒരു കരുത്തുറ്റ ഒരു വ്യക്തിത്വമാണ്. ഒരാളുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. ഒരുപാട് ആളുകൾ ആവശ്യമില്ല, പക്ഷെ എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ പറ്റുന്ന ഒരാളുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് കൊടുത്തത് സലാഹുദ്ദീൻ അയ്യൂബിക്കാണ്. ഒരു വലിയ ഹിസ്റ്ററിയാണ്. ഞാൻ ഹിസ്റ്ററി പറയാനല്ല, അതൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കിട്ടുന്നതാണ്. ദീർഘമായ ഒരുപാട് കാലത്തെ കഠിനാധ്വാനം, ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ വാർത്തയിൽ കേൾക്കുന്ന അലിപ്പോ, അതുപോലെ തന്നെ അക്ക, അതുപോലെ തന്നെ ഹൊംസ്, ഡമസ്കസ്, ഇദ്ലിബ്, ഇങ്ങനെയുള്ള സിറിയൻ പ്രദേശങ്ങളും പിന്നെ ജോർഡാന്, ഈജിപ്ത് തുടങ്ങിയുള്ള പ്രദേശത്തുള്ള മുഴുവൻ ഭരണകൂടങ്ങളെയും ഒന്നിച്ചു ചേർത്ത് അധികാരം പിടിച്ചെടുത്ത് ശക്തമായ സൈന്യത്തെ രൂപീകരിച്ചിട്ടാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി എന്ത് ചെയ്യുന്നത്, അന്തിമമായി കുരിശുയുദ്ധക്കാരോട് ഏറ്റുമുട്ടുന്നത്. അങ്ങനെയാണ് 1187 സലാഹുദ്ദീൻ അയ്യൂബി കുരിശുയുദ്ധക്കാരെ പരാജയപ്പെടുത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കുന്നത്. അത് തിരിച്ചു പിടിച്ച് പഴയ മാതിരി തന്നെയായി. അവിടുന്ന് റോമൻ സൈന്യത്തൊക്കെ പുറത്താക്കി. പക്ഷെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കൊക്കെ താമസിക്കാനും അവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, സാധാരണ അവർ സിവിലിയൻസ് അല്ലേ, അവരോട് യുദ്ധം ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ആ സിവിലിയൻസിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തൊരു ശരിയായ ഇസ്ലാമിക ഭരണം അവിടെ സ്ഥാപിക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബി. പിന്നെ അതിന് ശേഷം ഒരിക്കല് സിസിയിലെ ഭരണാധികാരിയായിരുന്ന റോഡിക്സ് പറയുന്ന ഒരാള്, അദ്ദേഹം കുറച്ചു കാലം ഇതേമാതിരി ബൈത്തുൽ മുഖദ്ദസ് ഇവരൊന്നും ദുർബലായ സമയത്ത് പിടിച്ചെന്ന് സലാഹുദ്ദീൻ അയ്യൂബി മരിച്ചുപോയതിന് ശേഷം അയ്യൂബി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ ഒരു 10 വർഷം അപ്പോഴേക്ക് അത് നജുമുദ്ദീൻ അയ്യൂബ് എന്ന് പറയുന്ന അയ്യൂബി സുൽത്താനെ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അയ്യൂബികളുടെ ഭരണത്തിലാണ് ഫലസ്തീനും സിറിയയും അതുപോലെ ഈജിപ്തൊക്കെ ഉണ്ടായിരുന്നത്. അതിന്റെ ശേഷം പിന്നീട് താർത്താരികളുടെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോഴേക്ക് അയ്യൂബികളുടെ കയ്യിൽ നിന്ന് അധികാരം മംലൂക്ക് സുൽത്താൻമാര്
പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മംലൂക്ക് അവർ ലോകത്തെ ഏറ്റവും ഒരു അറിയപ്പെട്ട ഭരണകൂടമായിരുന്നു മംലൂക്ക് സുൽത്താൻ. ശരിക്കും അവർ അടിമകളായിരുന്നു, അതിൽ നിന്നാണ് അവർ വന്നത്. പക്ഷേ അവർ പിന്നെ വലിയ ആധിപത്യം സ്ഥാപിക്കുകയും നല്ല ഇസ്ലാമിക് ചരിത്രത്തിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച വലിയ ഇസ്തിഅമാർ, വലിയ പുരോഗതി സൃഷ്ടിച്ച ഒരു സമൂഹമാണ് മംലൂക്കുകൾ, മംലൂക്ക് സുൽത്താൻമാർ. ആ മംലൂക്ക് സുൽത്താൻ ലാഹിർ ബൈബർസിന്റെ കാലഘട്ടത്തിലാണ് ഈ താർത്താരികയുടെ ചെങ്കിസ് ഖാന്റെ ആക്രമണം ഉണ്ടാകും. അവര് ആദ്യം മംഗോളിയയിൽ നിന്ന് വന്ന് മധ്യേഷ്യ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. മധ്യേഷ്യയിൽ ഇപ്പം നമ്മൾ കാണുന്ന ബുഖാറ, സമർക്കന്ത്, അതുപോലെ തന്നെ താഷ്കന്റ്, അതുപോലെ തന്നെ നിഷാപൂര്, അറിയപ്പെട്ട നിഷാപൂര്, ഖുറാസാൻ, എല്ലാം അറിയപ്പെട്ട മറവ്, അങ്ങനെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട വൈജ്ഞാനിക കേന്ദ്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും കംപ്ലീറ്റ് തുടച്ച് നീക്കിയിട്ടാണ് അവർ പടിഞ്ഞാറോട്ട് നീങ്ങുന്നത്. എന്നിട്ട് അവർ ബഗ്ദാദിലെത്തിയ ബഗ്ദാദിൽ അന്ന് ഏതാണ്ട് 7 ലക്ഷത്തോളം ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. 7 ലക്ഷത്തോളം ആളുകളെ കൊന്നു. ടൈഗ്രീസ് ഒക്കെ ചുവന്നൊഴുകി എന്ന് ചരിത്രത്തിൽ കാണും. ടൈഗ്രീസിലെ വെള്ളമൊക്കെ ചുവപ്പായിരുന്നു താർത്താരികയുടെ ആക്രമണം. എന്നിട്ടും അവർ നിൽക്കാതെ അവർ മുന്നോട്ട് നീങ്ങി വരികയാണ്. ഈജിപ്താണ് അവരുടെ ലക്ഷ്യം, ഫലസ്തീൻ, ഈജിപ്ത്. പക്ഷേ ഐൻ ജാലൂത്തിൽ വെച്ച് ഒരു ശക്തി ഇതേമാതിരി കംപ്ലീറ്റ് മുസ്ലിങ്ങളും സംഘടിച്ചിട്ടുള്ള ഒരു യുദ്ധത്തിൽ താർത്താരികൾ തോറ്റുപോയി. അവർക്ക് പിന്തിരിഞ്ഞ് മടങ്ങേണ്ടി വന്നു. അവർ പരാജയപ്പെട്ടു. അതിന്റെ ശേഷം പിന്നെ മംലൂക്കുകളുടെ കയ്യിലാണ് ഈ ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും ഒക്കെ ഉണ്ടായത്. പിന്നെ മംലൂക്കുകളൊക്കെ ദുർബലമായ സമയത്താണ് ഉസ്മാനി ഖിലാഫത്ത് വരുന്നത്. 1453 ഉസ്മാനികൾ ഇസ്തംബൂൾ കീഴടക്കുന്നത്. മുഹമ്മദ് അൽ ഫാത്തിഹ് 1453. പിന്നെ സുൽത്താൻ സലീമിന്റെ കാലത്താണ് അവർ ഫലസ്തീൻ അവരുടെ അധികാരത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത്. സുൽത്താൻ സലീമിന്റെ കാലം. പിന്നെ ഒന്നാം ലോക മഹായുദ്ധം വരെ ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലാണ് ഫലസ്തീൻ ഉണ്ടായത്. ഒന്നാം ലോക മഹായുദ്ധം മുതലുള്ള ഹിസ്റ്ററിയാണ് ഇന്ന് ഉണ്ടായ ഫലസ്തീനിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉറവിടം. ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം എന്താണ് സംഭവിച്ചത്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട വിഷയം. ഇതുവരെയുള്ള അതിൻ്റെ ഒരു ബ്രീഫ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇനിയുള്ള കാര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ കാലഘട്ടമായിട്ടും കൂടി ബന്ധപ്പെട്ടാണ്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ്. ഈ ഒരു നൂറ്റാണ്ട് ചരിത്രത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ട് നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ഞങ്ങൾ ഒക്കെ ലൈവായിട്ട് ഞങ്ങൾ അനുഭവിച്ചതാണ് അരനൂറ്റാണ്ട്. അതിന് മുമ്പുള്ള അരനൂറ്റാണ്ട് നമ്മളെ തൊട്ടു മുമ്പുള്ള ചരിത്രത്തിൽ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ട് താനും. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉസ്മാനി ഖിലാഫത്ത് അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഘട്ടമായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കാലഘട്ടം. 1876 സുൽത്താൻ അബ്ദുൽ ഹമീദ് ഉസ്മാനി ഖിലാഫത്തിന്റെ ഖലീഫയായിട്ട് സർവാധിപതിയായിട്ട് അധികാരമേൽക്കുന്നു. 1876. സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഭയങ്കര ഒരു സ്ട്രോങ് വ്യക്തിത്വമായിരുന്നു. അപാരമായ ശക്തി തെളിയിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. അപാര ബുദ്ധിമാനുമായിരുന്നു, കഴിവിറ്റവനായിരുന്നു. ഉസ്മാനി ഖിലാഫത്ത് പൊതുവെ അന്ന് യൂറോപ്പിനെ ഭയപ്പെടുത്തിയിരുന്ന ഒരു ഖിലാഫത്താണ്. കാരണം ലോകത്തിന്റെ 1/3 ഉസ്മാനികളുടെ കയ്യിലാണ്. ഈ ലോകത്തിന്റെ 1/3 അത്ര പ്രവിശാലമായൊരു സാമ്രാജ്യം. അന്ന് യൂറോപ്പിൽ ഒരുപാട് സാമ്രാജ്യങ്ങളുണ്ട്. ഫ്രഞ്ച് സാമ്രാജ്യമുണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യമുണ്ട്, ജർമ്മൻ സാമ്രാജ്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പരിമിതമായ ഏരിയകളിലാണ്. അവർ വലിയ പേരുള്ളവരും ചക്രവർത്തിമാരൊക്കെ ആണെങ്കിലും പരിമിതിയാണ്. പക്ഷെ അവർ ഭയമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉസ്മാനികൾ ഓസ്ട്രിയ വരെ എത്തിയതാണ്. യൂറോപ്പിലെ ഓസ്ട്രിയ വരെ. ഓസ്ട്രിയയും കൂടി കീഴടങ്ങിയിരുന്നെങ്കിൽ ജർമ്മനിലേക്ക് അവർ കടന്നു പോകുമായിരുന്നു. അതിന് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉസ്മാനികളെ കയ്യിലാണ്. ബോസ്നിയ, അൽബാനിയ, മാസിഡോണിയ, കൊസോവോ, സെർബിയ, ഗ്രീസ്, ഇങ്ങനെ ഈ സ്ഥലങ്ങൾ അത്രയും ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലാണ്. ഇന്നും അതിന്റെ ആസാറുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാനവിടെ പോയിരുന്നു. അൽബാനിയയിലും മാസിഡോണിയയിലൊക്കെ പോയിരുന്നു, സെർബിയയിലൊക്കെ. അവിടെ പള്ളികളും ആസാറുകളും മക്ബറകളൊക്കെ ഇവിടെ അവിടെ അങ്ങനെ തന്നെയുണ്ട്. അൽബാനിയക്കാരനെ 90% മുസ്ലിങ്ങളാണ്. യൂറോപ്പിലെ ഏറ്റവും മുസ്ലിം ജനസാന്ദ്രമായ പ്രദേശമാണ് അൽബാനിയ. അപ്പൊ ഇതൊക്കെ ഉസ്മാനികളുടെ കാലത്തുണ്ടായ മുന്നേറ്റങ്ങളാണ്. അപ്പോൾ യൂറോപ്പിലെ രാജാക്കന്മാർക്ക് ഇവരെ ഭയാണ്. ഇപ്പൊ തുർക്കിയിൽ ഇസ്തംബൂളിലെ തോപ്കാപ്പി മ്യൂസിയത്തിൽ ചെന്നാൽ ആ മ്യൂസിയത്തിലെ ഒരു പാർട്ട് കംപ്ലീറ്റ് ഗിഫ്റ്റുകളാണ്. ഗിഫ്റ്റുകളുടെ പ്രദർശനമാണ്. സുൽത്താൻമാർക്ക് ലഭിച്ച ഗിഫ്റ്റുകളാണ്. നമ്മൾ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളോടെ കാണും.
വില നിശ്ചയിക്കാൻ കഴിയാത്ത അത്രയും അമൂല്യമായ രത്നങ്ങൾ പതിച്ച വാളുകളും ക്ലോക്കുകളും നിരവധി സമ്മാനങ്ങൾ ഇതത്രയും താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ജർമ്മൻ ചാൻസലർ കൊടുത്തയച്ചായിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി കൊടുത്തയച്ചായിരിക്കും, അല്ലെങ്കിൽ ഫ്രഞ്ച് ചക്രവർത്തി കൊടുത്തയച്ചായിരിക്കും, ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആര് എന്ന് കൊടുത്തയച്ചു. എന്തുകൊണ്ടാണ് ഈ യൂറോപ്പിലെ ഈ വലിയ വലിയ രാജാക്കന്മാരും ചക്രവർത്തിമാരും രാജ്ഞിമാരും ഈ സുൽത്താന് സമ്മാനം കൊടുത്തയക്കുന്നത്? അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് നിർത്താനാണ്. കാരണം സുൽത്താനുമായിട്ട് സൗഹൃദത്തിലല്ലാതെ നിന്നാൽ അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെടും. അപ്പൊ സുൽത്താൻ എത്ര സ്ട്രോങ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഉസ്മാനി ഖിലാഫത്ത് എത്രമാത്രം ശക്തമായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇടയ്ക്ക് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ വന്നിട്ടുണ്ട്. മുഹമ്മദ് അൽ ഫാത്തി വന്നിട്ടുണ്ട്, സുലൈമാൻ ഖാനൂനി വന്നിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. സുൽത്താൻ അബ്ദുൽ മജീദ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ആ സമയത്താണ് സിയോണിസം എന്നുള്ള ആശയം യൂറോപ്പിൽ ഉത്ഭവിക്കുന്നത്. യൂറോപ്പിൽ ഉള്ള ജൂതന്മാര് എല്ലാവരും സംഘടിച്ചിട്ട് അവർക്കൊരു കേന്ദ്രമാണ്. കാരണം ഈ റോമൻ ആക്രമണം ഫലസ്തീനിൽ വന്നതോടുകൂടി ജൂതന്മാർ അവിടുന്ന് ചെതറിത്തെറിച്ചു പോയതാണ്. റോമക്കാരാണ് അവരെ അവിടുന്ന് പുറത്താക്കിയത്, മുസ്ലിങ്ങളല്ല. ജൂതന്മാരെ ഫലസ്തീനിൽ നിന്ന് ആട്ടി ഓടിച്ചത് റോമക്കാരാണ്. അപ്പൊ അവരിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും, പക്ഷെ അവർ അന്ന് ആട്ടിയോടിക്കുമ്പോൾ അധികം പോയത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ഇപ്പൊ ഇറാനിൽ കണ്ടമാനം ജൂതന്മാരുണ്ടായിരുന്നു, സിറിയയിൽ കണ്ടമാനം ജൂതന്മാരുണ്ട്, ഇറാഖിൽ കണ്ടമാനം ജൂതന്മാരുണ്ട്. അവരവിടെ അഭയം തേടിയതാണ്. അപ്പൊ ഇവർക്ക് ഒരു രാജ്യം വേണം, ജൂതന്മാർക്ക് മാത്രമേ. ജൂതന്മാർക്ക് ഇപ്പൊ രാജ്യമില്ല. അതിനുവേണ്ടിയുള്ള ക്യാമ്പയിൻ അവർ നടത്തി. ഫലസ്തീൻ വേണമെന്ന് അന്ന് അവർക്ക് ആവശ്യമല്ല, അവർക്ക് എവിടെയെങ്കിലും സ്ഥലം വേണമെന്നേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള പല സ്ഥലങ്ങളും അന്ന് ബ്രിട്ടനും മറ്റൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചതുമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ അവർക്ക് ഏരിയകൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരെ ചില നേതാക്കന്മാര് ഒരു ഈ ആധ്യാത്മിക അവരുടെ പുരോഹിതന്മാരൊക്കെ ഉണ്ടാവില്ല, അവര് അത് സമ്മതിക്കാതിരുന്നതാണ്. അവര് പറഞ്ഞ ഫലസ്തീനിൽ എവിടെയെങ്കിലും കിട്ടുകയാണ് നല്ലത് എന്നാണ് അവർ പറഞ്ഞത്. ഫലസ്തീനിലും ഖുദ്സിൽ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഫലസ്തീനിൽ എവിടെയെങ്കിലും അവർക്കൊരു പ്രദേശം ഉണ്ടായാൽ മതി, ഫലസ്തീന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. അത്ര അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ആവശ്യങ്ങൾ കൂടി വന്നിട്ടാണ് അത് ജെറൂസലേമിൽ അവർക്ക് സ്ഥലം വേണം എന്നുള്ളിടത്തേക്ക് അവരുടെ ആവശ്യങ്ങൾ വരുന്നത്. അപ്പോഴേക്ക് അവർ വലിയൊരു ടീമായി. തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന അവിടെ വലിയൊരു ലീഡർ ഉണ്ട്, തിയോഡർ ഹെർസൽ. ഈ ഹെർസൽ അയാളാണ് ശരിക്കും പറഞ്ഞാൽ ജൂത കമ്മ്യൂണിറ്റിയുടെ ലീഡറായിട്ട് സുൽത്താൻ അബ്ദുൽ ഹമീദിനെ കാണുന്നത്. ആദ്യം സുൽത്താൻ അബ്ദുൽ ഹമീദ് കാണാൻ സമ്മതിച്ചില്ല. ഒരുപാട് പ്രാവശ്യം അയാൾ ഇസ്തംബൂളിൽ വന്നിട്ടുണ്ട്. ഇസ്തംബൂളിൽ ഒരുപാട് ജൂതന്മാരുണ്ട് എന്ന് മാത്രമല്ല അവർ സമ്പന്നരുമാണ്. ജൂതന്മാർ പൊതുവെ എന്തോ അറിഞ്ഞൂടെ അല്ലാഹു തആല അവരെ ഹല്ലൽ എങ്ങനെ കൊടുത്തിട്ടുള്ളത്, എവിടെ പോലും സമ്പന്നരായിരിക്കും. ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിലും ലോകത്തെ ഒരു എക്കണോമിക് പവറാണ് ജൂത കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വലിയ സമ്പന്നരും അന്ന് അവരുടെ വമ്പൻ ബിസിനസ്സുകാരാണ്. പിന്നെ അവർ ഈ പലിശ വ്യവസായം നടത്തുന്ന ആളാണ്. അപ്പൊ അതിലെന്തായിരുന്നാലും പൈസക്കാരുണ്ടാവുമല്ലോ. പലിശ കച്ചവടമാണ് അവരെ മെയിൻ. ബാങ്കേഴ്സാണ്. അപ്പോൾ ഈ ഇസ്തംബൂളിൽ ഒരുപാട് ജൂത പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് ഇയാൾ ഒരിക്കൽ വന്നപ്പോൾ അയാള് സംസാരിച്ചു. അപ്പൊ അയാൾ മുന്നിൽ വെച്ച ആവശ്യം എന്താന്ന് വെച്ചാൽ ഫലസ്തീനിൽ അവർക്ക് ജെറൂസലേമിൽ അവർക്ക് ഒരു പ്രദേശം നൽകണം എന്നാണ്. അതിനുവേണ്ടി അന്നവര് 3 ലക്ഷം ദീനാർ, അന്നത്തെ അത് 100 കൊല്ലം മുമ്പുള്ള ദീനാറാണ്. അതിന്റെ വില ഇപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത് അവർ ഇസ്തംബൂൾ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അവർ സംഘടിപ്പിച്ചിട്ട് ശേഖരിച്ചിട്ട് സുൽത്താന് കൊടുക്കാം. അതിന് പകരം അവിടെ കുറച്ച് സ്ഥലം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സുൽത്താൻ അതിന് പറഞ്ഞ മറുപടി, ആദ്യത്തെ പ്രാവശ്യം അവർ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ സുൽത്താൻ നല്ല നിലക്ക് അവരോട് പറഞ്ഞു, ഈ ഫലസ്തീനും ജെറൂസലേമും ഖുദ്സും അത് എന്റേതല്ല, ഞാൻ അതിന്റെ കസ്റ്റോഡിയനാണ്. അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് അത് ലോക മുസ്ലിങ്ങളുടേതായതുകൊണ്ട് സുൽത്താൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ എനിക്ക് നിർവാഹമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം അവരോട് പറഞ്ഞത്. അതിന്റെ ശേഷവും അവർ ഈ മൂവ്മെന്റ് യൂറോപ്പിൽ ഭയങ്കര ശക്തമായിട്ടുണ്ടാവണം. ബ്രിട്ടനിലൊക്കെ അവർക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടുകയും ബ്രിട്ടനിലുള്ള പ്രഭുക്കന്മാർ ലോർഡ്സ്
പലരും അവരെ സഹായിക്കുകയും അതുപോലെ ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെയുള്ള ആളുകളൊക്കെ അവരെ സഹായിക്കുകയും ചെയ്ത് അതൊരു വലിയ ശക്തമായ മൂവ്മെന്റ് ആയിട്ട് വന്ന് ഒരു അവകാശവാദം എന്നുള്ള നിലയ്ക്ക് ഉന്നയിച്ചപ്പോൾ സുൽത്താൻ അവരോട് ഗണ്യതമായിട്ട് പറഞ്ഞു ഫസലിനോട് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാരണവശാലും നിങ്ങൾ എത്രമാത്രം പണം എനിക്ക് വേണ്ടി സ്വരൂപിച്ചാലും ആ പണങ്ങൾ അവിടെ വെച്ചേക്കും. ഒരു കാരണവശാലും ഈ വിശുദ്ധമായ ഭൂമിയിൽ നിന്ന് ഒരു ഇഞ്ച് ഭൂമിയും ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് ഞാൻ തരൂല. സാധ്യല്ല. ഞാൻ ഹയാത്തുള്ള കാലത്തോളം സാധ്യല്ല. സുൽത്താൻ അബ്ദുൽ ഹമീദ് ഒരു കാര്യം കൂടി പറഞ്ഞു, എന്റെ കാലശേഷം ഒരു പക്ഷേ ഈ ഭരണകൂടം ഛിന്ന ഭിന്നമായേക്കും. അന്ന് പൈസ അല്ലാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കും. നിങ്ങൾ കാശ് കൊടുക്കാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടിയേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഇവരിങ്ങനെയൊക്കെ ആണെങ്കിലും സുൽത്താൻ അബ്ദുൽ ഹമീദിനെ 1909 അവിടെ ഉണ്ടായിരുന്ന ഇസ്തംബൂളിൽ തന്നെ ഉണ്ടായ ലിബറലുകളുടെ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഇവർ സ്ഥാനഭ്രഷ്ടനാക്കി. കാരണം യൂറോപ്പിന് ഏറ്റവും അധികം ഭയം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ്. പിന്നെ യൂറോപ്പ് സാധാരണ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഭരണകൂടങ്ങളെ നേരിട്ട് അറ്റാക്ക് ചെയ്ത് തകർക്കാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അവരെ കൂടെ ഉള്ളവരെ കൊണ്ട് തന്നെ വിപ്ലവം ഉണ്ടാക്കിച്ചിട്ട് ഛിന്ന ഭിന്നാക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അത് യൂറോപ്പിന്റെ ഒരു ടെക്നിക്കാണ്. പണ്ടേ അങ്ങനെ തന്നെയാണ്, ഈ നിമിഷവും അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നും നടക്കുന്നത് അതേ സംഭവം തന്നെയാണ്. ആര് ഇസ്ലാമിക ലോകത്ത് ഒരു ശക്തമായ ഭരണകൂടമായിട്ട് വരുന്നോ അവരെ മുസ്ലിങ്ങളെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ ഉള്ളിൽ കടന്ന് ഭിന്നത ഉണ്ടാക്കിയിട്ട് തമ്മിൽ അടിപ്പിച്ചിട്ടത് ഛിന്ന ഭിന്നാക്കി കളയും. അപ്പൊ ഒരു ദുർബലാവും. അതാണ് ശരിക്ക് സംഭവിച്ചത്. ഉസ്മാനി ഖിലാഫത്ത് തകർന്നതിന്റെ പിന്നിലാണ് രണ്ട് കാര്യം ഉണ്ടായി. ഒന്ന് അവരുടെ കൊട്ടാരത്തിനകത്ത് തന്നെയുള്ള ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച്, കാരണം ഈ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ പിതാക്കന്മാർ വളർത്തിയെടുത്ത ഭരണത്തിന്റെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഇവർക്കറിയില്ല. ഇവർ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് വരുന്നവരാണ്. അവരെ പെട്ടെന്ന് പ്രലോഭിപ്പിക്കാൻ കഴിയും. അപ്പൊ അവർക്ക് വേണ്ട മനുഷ്യനല്ലേ, ഭൗതികമായ സൗകര്യങ്ങളും മറ്റൊക്കെ പ്രലോഭിപ്പിക്കുമ്പോൾ അവരതിൽ വീണുപോകും. അങ്ങനെ അവരുടെ കുടുംബത്തിൽ തന്നെ സുൽത്താനെതിരിൽ പ്രതിഷേധങ്ങളുണ്ടായി. പിന്നെ ഇസ്തംബൂളിലെ യുവാക്കൾ, പുതിയ തലമുറയിലെ യുവാക്കൾ, അവരിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഭയങ്കര ദീനിയായിരുന്നു. അവരിൽ ലിബറൽ മൈൻഡ് സൃഷ്ടിച്ചെടുക്കുക. അതുപോലെ ലോകത്തെല്ലോടത്തും നടക്കുന്ന അങ്ങനെ തന്നെ. മുസ്ലിം സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും നല്ല, അവരെ തകർക്കാൻ ഏറ്റവും നല്ല വഴി അവരുടെ തലമുറയിൽ ലിബറൽ മൈൻഡ് സൃഷ്ടിക്കാനാണ്. ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങളെ മേലെ ആർക്കും അധികാരമൊന്നുമില്ല, നമ്മൾ പറയില്ലേ, പിന്നെ എന്റെ ശരീരം എന്റെ ചോയ്സാണ് എന്ന് പറയുന്ന ആ ഒരു ലിബറൽ മതത്തിന് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന അത് അവര് ഭയങ്കര തന്ത്രപരമായിട്ട്, കാരണം അതിന് അവർക്കൊക്കെ മിഷനറികളുണ്ട്. മുസ്ലിം സമൂഹത്തിന് പലപ്പോഴും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. അതിനെ അറിഞ്ഞാൽ തന്നെയും അതിനെ കൗണ്ടർ ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടാവില്ല. അതിന് അവർക്കൊരു പോളിസി മേക്കേഴ്സ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർ തോറ്റുപോകും. അതാണ് സംഭവിക്കുക. അപ്പൊ ഈ ലിബറൽ വിപ്ലവം വന്നപ്പോ സുൽത്താൻ അബ്ദുൽ ഹമീദിന് പിന്നെ രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കല്ല, അദ്ദേഹത്തെ വേറൊരു ആളതിന്റെ മുകളിൽ അവരോധിച്ചിട്ട് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. അദ്ദേഹത്തെ സെലോനിക്ക എന്ന് പറയുന്ന, ഇപ്പൊ ഗ്രീസിലുള്ള സ്ഥലമുണ്ട് സെലോനിക്ക, അവിടെ ഒരു കൊട്ടാരുണ്ട്, അവിടേക്ക് മാറ്റി വീട്ടുതടങ്കലിലാക്കി. 1909 1918 പിന്നെ അദ്ദേഹം വഫാത്താകുന്നത്. അപ്പൊ 9 ഈ ഭരണമാറ്റം ഉണ്ടായതിന്റെ ശേഷമാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. അപ്പൊ ഉസ്മാനി ഖിലാഫത്ത് ആക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു പണിയുണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു ഹിസ്റ്ററിയാണ്. അറബ് ലോകത്തേക്ക് അവർ ദൂതന്മാരെ വിട്ടു എന്നതാണ്. ഉസ്മാനികൾ തുർക്കികളാണ്. മക്കയും മദീനയും ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ മക്ക, മദീന, അതായത് ഹിജാസ്, അതുപോലെ തന്നെ സിറിയ, ലുബനാൻ, ഫലസ്തീൻ, ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലാണ്. ഇവരൊക്കെ അറബികളാണ്. അപ്പൊ ഉസ്മാനികളെ ദുർബലമാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തത് ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ഒരു നയതന്ത്രജ്ഞനെ, അയാൾ അപാരമായ ബുദ്ധിശാലിയായിരുന്നു. നയതന്ത്രജ്ഞന്മാര് ചില്ലറക്കാരാകാൻ പറ്റൂലല്ലോ. അദ്ദേഹത്തെ അറേബ്യയിലേക്ക് വിടുകയാണ് ഇംഗ്ലീഷുകാർ ചെയ്തത്.
അദ്ദേഹം അറേബ്യയിൽ വന്ന് അറേബ്യയിലെ ഗോത്ര നേതാക്കന്മാരെ കണ്ട് ഉസ്മാനി ഖിലാഫത്തിനെതിരിൽ അറബ് വംശീയത ഉണ്ടാക്കിയെടുത്തു. അറബ് വംശീയത, നിങ്ങൾ അറബികളല്ലേ എന്നുള്ള ഒരു അറബ് വംശീയത ഉണ്ടല്ലോ. എന്തിനാണ് തുർക്കികൾ നമ്മളെ ഭരിക്കുന്നത് എന്നുള്ള ഒരു വംശീയത. അതിനവരെ ഉപയോഗിച്ചത് ഹാഷിമി കുടുംബത്തിൽപ്പെട്ട, ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ട ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ആള്, ഹുസൈൻ ബിൻ അലി. ഷെരീഫ് എന്നവരുടെ സ്ഥാനപ്പേരാണ്. മക്കയിൽ ഉള്ള സയ്യിദന്മാരെ നേതാക്കന്മാരെ വിളിക്കുന്ന പേരാണ് ഷെരീഫ്. മക്കയിലെ ഷെരീഫ് മക്ക എന്ന് പറയും. അപ്പൊ അന്നത്തെ ഷെരീഫ് ഹുസൈനാണ്, ഹുസൈൻ ബിൻ അലി. അദ്ദേഹത്തെയാണ് ബ്രിട്ടീഷുകാർ സ്വാധീനിച്ചത്. അദ്ദേഹത്തിന് ഇതേപോലെ വലിയ ഓഫറുകൾ കൊടുത്തു. ഉസ്മാനി ഖിലാഫത്ത് തകർന്നാൽ മക്കയുടെയും മദീനയുടെയും അറബ് ലോകത്തിന്റെയും അധികാരം നിങ്ങളായിരിക്കും സുൽത്താന്, നിങ്ങളായിരിക്കും ഖലീഫ എന്ന് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചു. അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് എമ്പാടും വിഷയങ്ങളുണ്ട്. അദ്ദേഹം അത് വിശ്വസിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ച് ചെറുപ്പക്കാരായ അറബികളെ സംബന്ധിച്ച് സൈനിക നീക്കം നടത്തുന്നത്. ഉസ്മാനികൾക്കെതിരിൽ വലിയ പ്രചരണം ബ്രിട്ടീഷുകാർ നടത്തി. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകൾ സംഘടിച്ചു. ജസീറത്തുൽ അറബ് എന്നുള്ള ഒരുപാട് ആളുകൾ സംഘടിച്ചു. അവിടെ ഒരുപാട് ചെറിയ ചെറിയ ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നജിദൊക്കെ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങളെ കൈപ്പെട്ടതാണ്. അവരൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ ഷെരീഫ് ഹുസൈനോട് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ തുർക്കികളിൽ നിന്ന് വിമോചിതരാകും എന്നുള്ളത് കൊണ്ട്. പിന്നീട് വന്നാൽ ഞങ്ങൾക്കും ഞങ്ങളുടേതായ അധികാരങ്ങൾ ഉണ്ടാവും, ബ്രിട്ടീഷിന്റെ സഹായം ഉണ്ടാവും, യൂറോപ്പിന്റെ സഹായം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടി വീഴുന്നത്. 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ തുർക്കി വളരെ ദുർബലാണ്. കാരണം സുൽത്താൻ അബ്ദുൽ ഹമീദ് തടങ്കലിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് അവിടെ ഭരണം നടത്തുന്നത്. അയാളൊരു പാവയാണ്, ഇംഗ്ലീഷുകാരുടെ പാവയാണ്. പക്ഷേ അയാള് ദൗർഭാഗ്യവശാൽ അന്ന് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ ജർമ്മൻ പക്ഷത്ത് ചേർന്നു അയാൾ. കാരണം ജർമ്മനുമായിട്ട് അബ്ദുൽ ഹമീദ് ഉള്ള സമയത്ത് തന്നെ വലിയ നയതന്ത്ര ബന്ധങ്ങൾ. ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ അന്നേ ഉസ്മാനി ഖിലാഫത്തിന്റെ ശത്രുക്കളാണ്. കൂടെ ഉണ്ടായിരുന്നത് ജർമ്മനാണ്. ജർമ്മൻ ടെക്നോളജിയാണ് അവർക്ക് സഹായകമായിരുന്നത്. അവരുടെ ആയുധങ്ങളൊക്കെ ജർമ്മൻ്റെ ആണ്. ഹിജാസ് റെയിൽവേ ഉണ്ട്. 1901 ആരംഭിച്ച് 1908 പൂർത്തിയായ ഹിജാസ് റെയിൽവേ 8 വർഷം കൊണ്ട് പൂർത്തിയാക്കിയതാണ്. ആ ഹിജാസ് റെയിൽവേയുടെ ടെക്നിക്ക് മുഴുവനും അതിന്റെ എല്ലാ ടെക്നോളജിയും ജർമ്മൻ്റെതാണ്. ജർമ്മൻ എഞ്ചിനീയേഴ്സാണ് ചെയ്തത്. അതായത് തുർക്കിയിൽ നിന്ന് മദീന വരെ നീളുന്ന ഒറ്റ റെയിൽപാതയാണ്. അപ്പൊ അത് തകർക്കുക എന്നുള്ള ഇംഗ്ലീഷുകാരുടെ ആവശ്യമാണ്. കാരണം അതും കൂടി ഇവരുടെ ഉസ്മാനികളെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തികമായ ഡെവലപ്മെന്റ് ബ്രിട്ടീഷുകാർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പൊ അതും കൂടി തകർക്കുക എന്നുള്ള ആവശ്യമുണ്ട്. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഉസ്മാനി ഖിലാഫത്ത് ഉസ്മാനികൾ ജർമ്മന്റെ കൂടെ ചേർന്നപ്പോ സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ മറുവശത്താവുമല്ലോ. സഖ്യകക്ഷികളെല്ലാവരും കൂടെ ആ യുദ്ധത്തിൽ പങ്കാളികളായി. യുദ്ധത്തിൽ ജർമ്മൻ പരാജയപ്പെട്ടു. ജർമ്മനി തോറ്റപ്പോൾ ഉസ്മാനികളും തോറ്റു. ഖിലാഫത്ത് അവരോട് അവസാനിച്ചു ചെയ്തു. അങ്ങനെയാണ് മക്കി മദീനക്ക് അവർ സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഷെരീഫ് ഹുസൈനോട് ഭരണാധികാരികൾ. ഷെരീഫ് ഹുസൈന്റെ മകൻ അബ്ദുള്ളക്ക് ജോർഡാൻ ഭരണാധികാരിയിട്ട് അധികാരം കൊടുത്തു. വേറെ മകൻ ഫൈസലിന് ഇറാഖ് കൊടുത്തു. പക്ഷെ ഇതൊക്കെ ഈ യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ, അറബികളുടെ കയ്യിലായിരിക്കുമെന്നാണ് ഈ സാധു അറബികൾ വിചാരിച്ചത്. പക്ഷെ ബ്രിട്ടനും ഫ്രാൻസും കൂടെ ഇറ്റലിയും കൂടെ അതിന്റെ മുമ്പ് തന്നെ അവരൊരു തീരുമാനത്തിലെത്തിയിരുന്നു. യുദ്ധം കഴിഞ്ഞാൽ ഇതൊക്കെ ആരുടേതായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഷെരീഫ് ഹുസൈന്റെ മക്കയും മദീനയും വരെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്നു. ജോർഡാനും ഇറാഖും ഡയറക്റ്റ് തന്നെ ഇംഗ്ലണ്ടിന്റെ കീഴിലുള്ളത്. ഇവരെ പേരിനെ അവിടെ നിയമിച്ചു എന്നേ ഉള്ളൂ. സിറിയ ഫ്രാൻസിൻ്റെതാണ്. അത് ഫ്രാൻസിന്റെ മാൻഡേറ്ററിയാണ് അവിടെ നിന്ന്. ഫ്രാൻസ് നിയമിച്ച ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ലുബനാൻ ഫ്രാൻസിൻ്റെതാണ്. സിറിയയും ലുബനാനും. ലിബിയ ഇറ്റലിയുടേതാണ്. അറബ് ലോകം മുഴുവൻ ഇവർ ഓഹരി ചെയ്തെടുക്കുകയാണ് ചെയ്തത് യുദ്ധം കഴിഞ്ഞു. പക്ഷെ അറബികൾ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു അറബ് ഭരണകൂടം ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദസും മക്കയും മദീനൊക്കെ ഉൾക്കൊള്ളുന്ന അധികാരമുള്ള ഒരു അറബ് ഭരണകൂടം ഉണ്ടാവുന്ന അവർ വിചാരിച്ചത്. ഫലസ്തീൻ ഇംഗ്ലണ്ടിന്റെ ബ്രിട്ടന്റെ മാൻഡേറ്ററി ആയി വെക്കുകയാണ് അവർ ചെയ്തത്.
ആ ഒരു സമയത്താണ് 1917 യുദ്ധം അവസാനിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ്. 1918 യുദ്ധം അവസാനിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് 1917 വളരെ രഹസ്യമായിട്ട് അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ജൂത നേതാവ്, അയാളുമായിട്ട് ആർതർ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ആ എഗ്രിമെന്റിലാണ് ഫലസ്തീനിൽ കുടിയേറാൻ ജൂതന്മാർക്ക് അവകാശം ഉണ്ടാവുന്ന ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. സുൽത്താൻ അബ്ദുൽ ഹമീദ് നിഷേധിച്ച അവകാശം ജൂതന്മാർക്ക് കിട്ടുന്നത് ഈ ആർതർ ബാൽഫറിന്റെ പ്രഖ്യാപനമാണ്. അതൊരു എഗ്രിമെന്റ് ആയിട്ട് ബാൽഫർ ഡിക്ലറേഷൻ എന്നാണ് ഇതിന് പറയാം. 1917 ആ ഡിക്ലറേഷൻ ഇയാൾക്ക് കൊടുത്തു. പക്ഷെ അത് ആദ്യം പ്രസിദ്ധീകരിച്ചില്ല. ഏതാണ്ട് യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഇത് ലോകത്തോട് പറയുന്നത്. അപ്പോഴാണ് അറബികൾ അമ്പരന്ന് പോകുന്നത്. അവരത് അറിയില്ലല്ലോ. ശരിക്ക് ബ്രിട്ടൻ ഒരു വലിയ ചതിയാണ് അവിടെ ചെയ്തത്. ആ ചതിയുടെ ആഴം മനസ്സിലാക്കാതെയാണ് അറബ് ലോകം ബ്രിട്ടന്റെ കൂടെ നിന്നത്. അതിന്റെ അനന്തരഫലമാണ് ഇന്ന് ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ബ്രിട്ടൻ ചെയ്ത ഒരു ചതിയുടെ അനന്തരഫലം. യുദ്ധം കഴിഞ്ഞു. ബ്രിട്ടന്റെ മാൻഡേറ്ററി അല്ല, ഫലസ്തീനിൽ വേറെക്കും പ്രവേശിക്കാൻ കഴിയില്ല. പേരിന് ജോർഡാനിലെ അബ്ദുള്ള രാജാവിന് അവിടെ ഒരു അധികാരമുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ നോക്കുക, അവിടെ വൾക്കത്തിക്ക് അങ്ങനെ ഉണ്ടല്ലോ, വഖഫൊക്കെ നോക്കുന്ന ഒരു പരിപാടി. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാഗമൊക്കെ അയാളുടെ കീഴിലാണെന്നൊരു ഇന്റേതാണെന്ന് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കംപ്ലീറ്റ് അധികാരം ബ്രിട്ടനായിരുന്നു. അന്ന് യൂറോപ്പ് അറബ് ലോകത്ത് ചെലുത്തിയ സ്വാധീനാണ് ഇന്നും അറബ് ലോകത്ത് നിലനിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫലസ്തീൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് ഇവരെ ഇടപെടാത്തത്, എന്താണ് അവരൊന്നും പറയാത്തത്, എന്താണ് മറ്റൊന്നും പറയാത്തതെന്നൊക്കെ വിചാരിക്കുന്നില്ലേ? അവർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രത്യക്ഷത്തിൽ ഇപ്പൊ ഇന്ത്യ ബ്രിട്ടനിൽ സ്വതന്ത്രമായി. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 47 മലേഷ്യ സ്വതന്ത്രമായി, ഇന്തോനേഷ്യ സ്വതന്ത്രമായി, ഫിലിപ്പീൻസ് സ്വതന്ത്രമായി. ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിൽ നിന്ന് സ്വതന്ത്രമായിട്ട്. അവരൊക്കെ സ്വന്തമായിട്ട് സ്വന്തം നിലനിൽക്കുന്നത്. പക്ഷെ അറബ് ലോകങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം യൂറോപ്പിന് മിഡിൽ ഈസ്റ്റിൽ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള ആളുകളെ അവര് കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയും. ശരിക്കും ആരാണ് ഇതൊക്കെ എന്റെ പിന്നിൽ ഭരണം നടത്തുന്നത് ചോദിച്ചാൽ ഇപ്പോഴും യൂറോപ്പ് തന്നെ എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യങ്ങൾ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ധാരാളം ജൂതന്മാർ ഫലസ്തീനിലേക്ക് കുടിയേറാൻ തുടങ്ങി. അതും എങ്ങനെയാണ് അവർ കുടിയേറിയതെന്ന് വെച്ചാൽ വലിയ ഫണ്ടുള്ളവരാണ് അവർ. ശരിക്കും ആർതർ ബാൽഫർ ഇയാൾക്ക് ഓഫർ ചെയ്യാനും കാരണം അത് തന്നെയാണ്. ബ്രിട്ടൻ യുദ്ധത്തിൽ പോലും ഭയങ്കര സാമ്പത്തിക നഷ്ടങ്ങളുണ്ട്, ഫണ്ട് ആവശ്യമുണ്ട്. ഇവര് വലിയ സമ്പന്നരാണ്. ഇന്നും അമേരിക്കയുടെ ഇഷ്യൂ അതല്ലേ. അമേരിക്കൻ ഭരണകൂടത്തിന് ജൂതന്മാരെ അവഗണിക്കാൻ കഴിയില്ല. കാരണം സമ്പത്തിന്റെ നട്ടെല്ലാണ് അവര്. ബ്രിട്ടനിൽ ഇവർ സമ്പത്തിന്റെ നട്ടെല്ലാണ്. അപ്പൊ അവർക്ക് ഓഫർ കൊടുക്കല്ലാതെ ഇവരെ സപ്പോർട്ട് കിട്ടാതിരുന്ന യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഫണ്ട് വേണ്ടേ? അങ്ങനെയാണ് ബ്രിട്ടൻ അവർക്ക് കൊടുക്കേണ്ടി വന്നത്. ആ സമ്പന്നര് അവിടെ വന്ന് സാധു അറബികളെ കയ്യിലുണ്ടായിരുന്ന ഭൂമി വലിയ വില കൊടുത്തിട്ട്, വലിയ പൈസ കൊടുത്തിട്ട് അവർ വാങ്ങുകയാണ് ചെയ്തത്. കുറെ സ്ഥലങ്ങളൊക്കെ അവർ കൃഷിയിടങ്ങളും മറ്റൊക്കെ വാങ്ങി അവരുടെ വീട് വെച്ചു. ആ ഒരു പ്രക്രിയ രണ്ടാം ലോക മഹായുദ്ധം വരെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദീർഘമായൊരു കാലയളവ് ആവർത്തിച്ച് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ജോർഡാനിവര് പ്രതിഷേധിക്കുന്നുണ്ട്. എന്ത് പ്രതിഷേധിച്ച് പ്രയോജനമൊന്നുമില്ല. ഷെരീഫ് ഹുസൈനെ അവര് 1926 ആയപ്പോഴേക്ക് ബ്രിട്ടീഷുകാരെ പുറത്താക്കി. അയാൾ സൈപ്രസ്ക്ക് നാട് കടത്തി. അയാൾക്ക് അവിടെ ഒറ്റപ്പെട്ട് മരിക്കേണ്ടി വന്നു. അയാളെ മകൻ ഫൈസലിനെ പിന്നെ അവിടെ വിപ്ലവം ഉണ്ടാക്കിയാണ്ട് നാട്ടുകാർ എല്ലാം കൂടി ഒഴിവാക്കിയാണ്ട് അവിടെ ഭരണം മാറി. ജോർഡാനിൽ മാത്രമാണ് അത് നിലനിന്നത്. ഷെരീഫ് ഹുസൈന്റെ മക്കളുടെ ഭരണം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ജോർഡാനിൽ മാത്രമാണ്. ഇപ്പോഴത്തെ അബ്ദുള്ളയുടെ 4ാമത്തെ മകനാണ്. അവർക്ക് മാത്രമേ നിലനിർത്താൻ കഴിയൂ. ബാക്കിയൊക്കെ പോയി അവരുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാ രാജ്യങ്ങളും പോയി. ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം വന്ന സമയത്ത് ഈ കോളനികളൊക്കെ ഒഴിവാക്കല്ലാതെ യൂറോപ്പിന് നിർവാഹമില്ലാതെ യുദ്ധം കഴിഞ്ഞപ്പോൾ, കാരണം യൂറോപ്പ് കംപ്ലീറ്റ് പാപ്പരായി പോയ സമയമാണ്. ശരിക്ക് ഇന്ത്യക്ക് അതുപോലെ മലേഷ്യക്ക് ഇതുപോലത്തെ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇംഗ്ലീഷുകാർക്ക് താല്പര്യം ഞാനിട്ടോ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തി കൊണ്ടൊന്നുമല്ല. ഇംഗ്ലീഷുകാർക്ക് ഇത് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ്. അത്രമാത്രം നട്ടെല്ലൊടിഞ്ഞു പോയിരുന്നവർ യുദ്ധം കൊണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു കോളനികളെ
തീറ്റുപോറ്റി കൊണ്ടു നടക്കുക എന്നുള്ള ഒരു ഭരണകൂടത്തിനും സാധിക്കൂല. അങ്ങനെയാണ് അവർ കോളനികളെ കൈയൊഴിച്ചത്. ബ്രിട്ടൻ ഒന്നുമല്ലാതെ പോയില്ല രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് കാണുന്ന ബ്രിട്ടനെ അല്ല, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ബ്രിട്ടൻ ഏറ്റവും ദുർബലമായ ബ്രിട്ടനാണ്. അവരുടെ പരിമിതമായ വൃത്തത്തിൽ അവർ ഒതുങ്ങിപ്പോയി. ഒന്നുമില്ല അവർക്ക്, എല്ലാ കോളനികളും നഷ്ടപ്പെട്ടു. ആ ഒരു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ആ ഒരു സന്ദർഭത്തിലാണ് അറബികൾ ദുർബലമായ, അവരുടെ കയ്യിലൊന്നുമില്ല, ബ്രിട്ടനും സഖ്യകക്ഷികളെല്ലാം കൂടിയിട്ട് ഫലസ്തീനിലെ ജൂതന്മാർക്ക് ഒരു ആവാസ കേന്ദ്രം വേണം, അത് രാഷ്ട്രമാക്കണം എന്നുള്ള ആഗ്രഹത്തിന് പിന്തുണ കൊടുക്കുന്നു. അവർക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. 47-ൽ അവര് ആവശ്യം ഉന്നയിച്ചു, സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ആവശ്യം ഉന്നയിച്ചു. ജൂതന്മാര് 48 ആയപ്പോഴേക്ക് ഐക്യരാഷ്ട്രസഭയിൽ അതിന് അംഗീകാരം നൽകപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഫലസ്തീനിൽ അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാവും. കാരണം സ്വന്തം ജന്മനാട് കൺമുമ്പിൽ നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ഇന്ത്യയില് കേരളം അടുത്ത വർഷം മുതൽ ഇവിടെ ജൂതരാഷ്ട്രമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചാൽ കേരളീയരുടെ അവസ്ഥ എന്തായിരിക്കും? അത് ഉൾക്കൊള്ളാൻ കഴിയോ? അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന കുടിയേറി വന്ന് താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് രാജ്യം ആയിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു രാജ്യം എന്ന് പറയുന്നതും അവിടെ ആളുകൾ താമസിക്കുന്ന രണ്ടല്ലേ? പരമാധികാരമുള്ള രാജ്യമായി കഴിഞ്ഞാൽ അവിടുത്തെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും? അപ്പൊ 1948-ലാണ് ജൂതരാഷ്ട്രം എന്നുള്ള നിലക്ക് അംഗീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഫലസ്തീനിൽ ഉടനീളം പ്രതിഷേധങ്ങൾ ഉണ്ടായി, ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു പോയി. അത് വലിയ സംഘർഷം. അതൊന്നല്ല അതിന്റെ ദുരന്തം രാഷ്ട്രമായതോടുകൂടി യൂറോപ്പിൽ നിന്ന്, കാരണം ഇതിന് തൊട്ട് മുമ്പാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവരും അല്ലാത്തവരുമായ ജൂതന്മാരെ ഈ മൂവ്മെന്റ്, ഒരു ഭരണകൂടമല്ലോ, അവർ കൊണ്ടുവന്നിട്ട്, മുമ്പ് വന്ന മാതിരി അവർ കുടിയേറി വന്നാലേ, ഇവരെ കൊണ്ടുവന്നിട്ട് ഫലസ്തീനികൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അവരെ പിടിച്ചിറക്കി പുറത്താക്കിയിട്ട് അതിൽ താമസിപ്പിക്കുക. അതിന്റെ ദുരന്ത കഥകൾ ഒരുപാട് ആളുകൾ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് യൂറോപ്പിൽ. ആ കഥകൾ എഴുതിയ പുസ്തകങ്ങൾ. അതിൽ ഒരു ലേഡി പറയുന്നതിനുണ്ട്, ഒരു സ്ത്രീ അവരെ ക്ഷണിച്ചു വരുത്തിയതാണ്. അവര് സ്വന്തം ഇവിടെ ഫലസ്തീനിലെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അവർ യൂറോപ്പിൽ നിന്ന് വരികയാണ്. വന്ന് അവരെ കപ്പലിറങ്ങി ആദ്യം അവരെ ക്യാമ്പ് കൊണ്ടുവന്ന് റിഫ്രഷ് ആയിട്ട് അവർക്ക് താമസിക്കാനുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരെ ഷെൽട്ടറിലേക്ക്. അവര് പറയാണ്, ഞാൻ ആ ഒരു വീട്ടിലേക്കാണ് കയറി ചെന്നത്. ഫലസ്തീനിലെ വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാണേണ്ട ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ഫലസ്തീനിലെ വീടുകൾ. ഫലസ്തീനിൽ അത് ആ ഭാഗത്തൊക്കെ അങ്ങനെ തന്നെ. ഈ ഒരു തരം ചുണ്ണാമ്പുകല്ല് കൊണ്ട് നിർമ്മിച്ച മനോഹരമായ വീടുകളാണ്. അപ്പൊ ആ മനോഹരമായ ഒരു പുരാതനമായ പഴയ വീടുകൾക്ക് അതിന്റെ ഭയങ്കര പ്രൗഢിയുള്ള വീടുകളാണ് ഫലസ്തീനിലെ മുഴുവൻ വീടുകൾ. ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ച ഭയങ്കര ഒരു പ്രത്യേക ഡിസൈനാണ്. അത് തകർന്നു പോകുന്നില്ല. എത്ര നൂറ്റാണ്ടുകൾ നിന്നാലും അതേപടി ഉണ്ടാവും, ഒന്നും സംഭവിക്കില്ല. അപ്പൊ ആ വീട്ടിലേക്ക് ഈ സ്ത്രീയെ അവർ കൊണ്ടുപോവാണ്. നിങ്ങളുടെ വീടാണിത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഡൈനിങ് ടേബിളിലുണ്ട്. പകുതി കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം. അപ്പൊ സ്ത്രീ അത്ഭുതപ്പെടാണ്, ഇതെങ്ങനെ ഇവിടെ വന്നത്? ഇപ്പൊ നമ്മളൊരു ഹോട്ടൽ റൂമിൽ ചെന്നാൽ അവിടെ പകുതി കഴിച്ച ഭക്ഷണത്തിന് അവശിഷ്ടം ഉണ്ടാവില്ലല്ലോ, ക്ലീൻ ആക്കിയിട്ടല്ലേ നമ്മളൊന്ന് കയറിപ്പോളൂ. അപ്പൊ ഈ സ്ത്രീ അത്ഭുതപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് ഇത് വന്നത്? അപ്പൊ കൊണ്ടുവന്ന ആളുകളൊക്കെ വിളിച്ചുകാണ്ട് ചോദിച്ചു എന്താണ്. അപ്പൊ അവർ പറഞ്ഞു, അത് ഇവിടെ ഉണ്ടായിരുന്ന ഫാമിലിനെ ഇറക്കി വിട്ടതാണ്. ഇപ്പോ ആ സ്ത്രീ അതേപോലെ തിരിച്ചിറങ്ങി വന്നിട്ട് പറയാണ്, ആ വീട്ടിൽ ഞാൻ താമസിക്കൂല. അവരെന്നെ അവരുടെ ആത്മകഥയിലെ പറയുന്നുണ്ട്, ഇങ്ങനെയായിരുന്നു ഫലസ്തീനിലെ വീടുകളിൽ ജൂതന്മാരെ അവരെ കുടിയിരുത്തിയത്. അത് അനുഭവിച്ച ഒരു തലമുറയാണ് ആ ഫലസ്തീനികൾ. അടുത്ത വർഷമായപ്പോഴേക്ക് ഫലസ്തീനിൽ നിന്ന് വലിയൊരു ശതമാനം ആളുകളെ ഇറക്കി വിട്ട് അവർക്ക് പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അവര് അടുത്ത പ്രദേശങ്ങളിലേക്ക് പോയി, ജോർഡാനിലേക്കും പല സ്ഥലങ്ങളിലേക്കും കുടിയേറിപ്പോയി അവർ. ഇപ്പോ ഈ ഗസയിലെ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായതിന്റെ ശേഷം ആളുകളൊക്കെ വിചാരിച്ചില്ലേ, രൂക്ഷമായ ഇസ്രയേലിന്റെ ആക്രമണം ഗസയിൽ നടക്കുമ്പോൾ എന്താണ് ഈജിപ്ത് ബോർഡർ തുറന്നു കൊടുക്കാത്തെന്ന് ആളുകളൊക്കെ ചോദിച്ചില്ലേ? അവരാവശ്യതാണ്, ആ ബോർഡർ തുറന്നു കഴിഞ്ഞാൽ ഫലസ്തീനികളൊന്നും പുറത്തേക്ക് പോകേണ്ടി വരും, പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല.
ഫലസ്തീനികൾ തീരുമാനിച്ചതും അടുത്തുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചതും ഒരു കാരണവശാലും ആ നാട് വിടുന്ന പരിപാടി ഇല്ലായിരുന്നു. കാരണം മുമ്പ് ആ നെക്കബ എന്ന് പറയാം, ആ നെക്കബ സംഭവിച്ചതിന്റെ ദുരന്തം ഇന്നും അവർ അനുഭവിക്കുന്നുണ്ട്. 20 ലക്ഷം ഫലസ്തീനികൾ പുറത്താണ്. ആ ഫലസ്തീനികൾ എങ്ങനെയാണ് ഫലസ്തീനിലേക്ക് വരുന്നത് എന്ന് കഴിഞ്ഞ ഏതാണ്ട് 15 വർഷമായിട്ട് ഞാൻ തന്നെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. മഹാനായ MA അബ്ദുൽ ഖാദർ മുസ്ലിയുടെ സ്മാരകമായിട്ടുള്ള പരിപാടിയുള്ളത്. എനിക്കതിൽ പ്രത്യേകിച്ചൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫലസ്തീനിൽ പോകാൻ കാരണമായത് MA ഉസ്താദാണ്. 90കളിൽ ഞാൻ കോഴിക്കോട് ഇർഫാദിലുള്ള സമയത്താണ്. അന്ന് നമ്മൾ ഫലസ്തീൻ വിഷയങ്ങളും അതുപോലെ അഫ്ഗാൻ പ്രശ്നങ്ങളും മോറോ പ്രശ്നങ്ങളൊക്കെ ഇർഫാദിൽ ഇങ്ങനെ ഡീപ്പായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമ്മൾ പോയിട്ടൊന്നുമില്ല. നമ്മൾക്ക് സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അറബ് ലോകത്തു നിന്നുള്ള വലിയ വലിയ ജേർണലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഡോക്യുമെന്ററികളൊക്കെ ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫലസ്തീൻ ഇഷ്യൂ എന്ന് എഴുതുന്നത്. അപ്പോൾ ഞാനൊക്കെ ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയപ്പോൾ അത് വായിച്ച MA ഉസ്താദ് മൂപ്പര് കോഴിക്കോട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിങ്ങിന് വന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇർഫാദിന്റെ ഞങ്ങൾക്കറിയാം മർക്കസ് കോംപ്ലക്സിന്റെ 3ാം നിലയിലാണ് ഓഫീസ്. അവിടെ ഇരിക്കുമ്പോൾ മൂപ്പരുണ്ട് ആ വളഞ്ഞ കാലുള്ള കുടയും പിടിച്ചിട്ട് ഇങ്ങനെ കയറി വരും. അവിടെ വന്നിട്ട് അവിടെ ഇരുന്ന് അപ്പോൾ ഇത് പറയാനാണ്, ഫലസ്തീനെ കുറിച്ച് സംസാരിക്കാൻ. ആ ലേഖനം വായിച്ചിട്ട് ഉണ്ടായ ഒരു അദ്ദേഹത്തിന് MA ഉസ്താദിന് അനുഭവമുണ്ട്. MA ഉസ്താദ് അതിൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ അന്ന് അനുമതി ഉണ്ടായിരുന്നു. അന്ന് ബോംബെ എന്നുള്ള മുസ്ലിം ടൂറിസ്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ഹജ്ജിന് പോകുന്ന സമയത്ത് ഫലസ്തീനിലും കൊണ്ടുപോയിരുന്നു. അപ്പൊ ആ ഒരു ചാൻസിൽ MA ഉസ്താദും ആദരണീയരായ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും രണ്ടാളും കൂടെ ആ ഗ്രൂപ്പിൽ പോയിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് അന്ന് കണ്ട അപൂർവം ആളുകളിൽ പെട്ടവരാണ് അവർ രണ്ടാളും. വേറെ ആരൊന്നും ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടില്ല ഈ നാട്ടിൽ, നമ്മളെ നാട്ടിൽ. അപ്പൊ ഈ ലേഖനം വായിച്ചപ്പോ MA ഉസ്താദ് കയറി വന്നാണ് ആ സംഭവങ്ങൾ പറയാൻ, അന്ന് കണ്ട അനുഭവങ്ങൾ പറയാൻ. അപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ ഇനി എഴുതണമെങ്കിൽ അവിടെ പോകണം. കാരണം നേരിട്ട് അത് കണ്ടെങ്കിലേ നമ്മൾക്കതിന്റെ സംഭവം മനസ്സിലാവുള്ളൂ. വേറെ ഫലസ്തീൻ ഇഷ്യൂ നമ്മൾ എങ്ങനെ എഴുതിയാലും കഴിയില്ല, അത് നേരിട്ട് അനുഭവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ഇറങ്ങുന്നതും. പിന്നെ അത് ഈജിപ്തിൽ പോയി ആദ്യം ഈജിപ്തിൽ നിന്ന് പോകാൻ പറ്റുന്നുള്ള സാധ്യതയിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലായി പോകാൻ പറ്റില്ല. ഫലസ്തീനിലേക്ക് അടക്കാനുള്ള എളുപ്പമല്ല, ഒരു നിലക്കും സാധ്യമല്ല എന്ന് മനസ്സിലായി. പിന്നെ ആകെയുള്ള ഒരു വഴി ഗ്രൂപ്പായിട്ട് പോകാൻ. ഇസ്രായേലാണ് വിസ തരേണ്ടത്. ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമല്ലല്ലോ, അവർക്കൊരു വിസ തരാനുള്ള അധികാരമില്ല, ഇമിഗ്രേഷൻ ഇല്ല, ഒരു സംഭവമില്ല, ഒരു മിലിറ്ററി ഇല്ല. പിന്നുള്ളത് ഇസ്രായേലിന്റെ അനുമതി കിട്ടണം. പക്ഷെ അത് ഗ്രൂപ്പിനെ കിട്ടുള്ളൂ, ഒറ്റ കിട്ടൂല. ടൂറിസം എന്നുള്ള അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനു വേണ്ടി മാത്രം കുറച്ച് ആളുകളൊക്കെ സംഘടിപ്പിച്ച്. അപ്പോൾ കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ പൂർണ്ണ ഒരു വലിയൊരു ഗ്രൂപ്പായിട്ടാണ് ഫസ്റ്റിൽ നമ്മൾ ഫലസ്തീനിൽ പോകുന്നത്. ആ ഒരു യാത്രയിലുണ്ടായ അനുഭവമാണ് പിന്നെയും പോകാൻ പ്രേരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 20 പ്രാവശ്യത്തിലധികം ഞാൻ ഫലസ്തീനിൽ പോയിട്ടുണ്ട്. 20-ലധികം പ്രാവശ്യം. വെറുതെ പോയാൽ ആ ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നു. ഞങ്ങൾ ജോർഡാന്റെ ബോർഡർ കടന്നിട്ട്, ജോർഡാനിൽ നിന്നാണ് ഫലസ്തീനിലേക്ക് പോകേണ്ടത്. ബോർഡർ കടന്നിട്ട് പോകുമ്പോൾ അതേ ബോർഡറാണ് ഇപ്പറഞ്ഞ ജോർഡാനിൽ താമസിക്കുന്ന അഭയാർത്ഥികളായ ഫലസ്തീനികൾക്കും അതുപോലെ ഫലസ്തീനിൽ നിന്ന് ഹജ്ജിനോ ഉംറക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവർക്കൊക്കെ ഏറ്റവും ബോർഡർ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളവരെ കുറച്ച് ചെക്ക് ചെയ്യാൻ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു മാത്രം. അത് പിന്നെ അവരുടെ രാജ്യത്തിന്റെ ഒരു പോളിസി നിലക്ക് അതിന് കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പുറത്തെ കൗണ്ടറിൽ ഫലസ്തീനികൾ, വൃദ്ധരായ ആളുകളുണ്ട്, കുഞ്ഞുങ്ങളായിട്ടുള്ള ഉമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, വലിയ സംഘമായിരിക്കും. അവരോട് കാണിക്കുന്ന ക്രൂരത അവിടെ മുതൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങും. ആ സ്ഥലം മുതൽ, ബോർഡർ മുതൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങും. അത്രമാത്രം അവരവിടെ ഒരു കാര്യമില്ലാതെ വെറുതെ വഴക്ക് പറയാ, ചീത്ത പറയാ, പാസ്പോർട്ട് മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുക. കരയുന്ന കുട്ടികളുണ്ടാവും, ഒരു പാൽ കൊടുക്കാൻ നിർവാഹമില്ല, വെള്ളം കൊടുക്കാനില്ല. ഭയങ്കരമായ ടോർച്ചറിങ് ആണ് അവിടെ ബോർഡറിൽ പോലെ നമ്മൾ ഇങ്ങനെ കാണുകയാണ് കണ്ണിൽ. സ്വന്തം നാട്ടിലുള്ള ആളുകൾ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്താക്കിയതാണ്. അവരാണ് ഈ തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ആ ഫലസ്തീന് വീടുള്ളവർ തന്നെ ഹജ്ജിനോ ഉംറക്കോ വന്നിട്ട് അവനെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്, സ്വന്തം വീട്ടിലേക്ക് പോവാൻ.
എന്തായിരിക്കും ആ അതിൽ വളർന്നു വന്ന കഴിഞ്ഞ 70-80 വർഷമായിട്ട് അതിൽ വളർന്നു വന്ന ഒരു സമൂഹത്തിന്റെ മനസ്സെന്തായിരിക്കും നിങ്ങൾ സങ്കല്പിച്ചു? എന്തായിരിക്കും അവർക്ക് ഈ ലോകത്തോടുള്ള മനോഭാവം? നമുക്ക് ചിന്തിച്ചാറിനൂടെ? ചെറുപ്പ് 48 മുതൽ അവർ ചെറുത്ത് നിൽക്കുന്നുണ്ട്. വേറെ വഴിയൊന്നുമില്ല അവർക്ക്. അവരുടെ കയ്യിൽ പണമില്ല, ഫലസ്തീനികളെ കയ്യിൽ ആയുധങ്ങളില്ല, ഒന്നുമില്ല. പണവും ആയുധമുള്ള ആളുകൾ അവർക്ക് തിന്നാൻ കൊടുക്കും, പക്ഷെ പണവും ആയുധത്തിന് വേണ്ടി സഹായിക്കൂല. അത് യൂറോപ്പിനോട് ഉള്ള എഗ്രിമെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർ ടേബിൾ ഡീലിംഗ് ആണ്. ഫലസ്തീനികൾക്ക് ആയുധം കൊടുക്കാതിരിക്കുകയാണ്, ജൂതന്മാരെ സുരക്ഷിതമായിട്ട് നിർത്തുക എന്നുള്ള ബാക്കിയുള്ള ആവശ്യമാണ്. അപ്പൊ സഹായിക്കാൻ കഴിയുന്ന, പണം കൊടുക്കാൻ കഴിയുന്ന, എന്തിനും കഴിയുന്ന അല്ലാഹു തആല അപാരമായ സമ്പൽ സമൃദ്ധി കൊടുത്ത ആളുകളൊന്നും തേയില്ല അവരെ സഹായിക്കൂല. ആകെ ചെയ്യൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ഷെൽട്ടറുകൾ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അതിന് വേണ്ട ഇതൊക്കെ ചിലപ്പോൾ ചെയ്തു കൊടുത്തു എന്ന്, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആ ചെറുപ്പ് നിൽപ്പ് സംഘങ്ങൾ സ്വയം അവർ കിട്ടുന്നതൊക്കെ ശേഖരിച്ചിട്ടാണ് അവര് ചെറിയ ചെറിയ അറ്റാക്കുകളൊക്കെ ആദ്യകാലത്ത് ചെയ്തത്. അന്ന് ആദ്യം ഉണ്ടായിരുന്നത് PLO ആണ്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, യാസർ അറഫാത്തിന്റെ നേതൃത്വം. അവർ ചില്ലറ ഒളിപ്പോരുകളൊക്കെ അവിടെ ഇവിടെ നടത്തിയെന്നല്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നു. അത് ഒന്നും അവർക്ക് മുന്നോട്ട് പോകാനൊന്നും കഴിഞ്ഞില്ല. 67 പക്ഷേ 1967 ഈ ജെറൂസലേം തലസ്ഥാനമാക്കി ഇസ്രയേൽ മാറ്റിയപ്പോൾ അറബികൾ എല്ലാം കൂടി സംഘടിച്ചു പ്രതിഷേധിക്കാൻ വേണ്ടി. അതൊരു യുദ്ധമായിട്ട് പരിണമിച്ചു. പക്ഷെ ആ യുദ്ധത്തിൽ കംപ്ലീറ്റ് പരാജയപ്പെട്ടു പോകുന്നുണ്ടായി. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ആരും സഹായിച്ചില്ല. എല്ലാവരും 100% ഇസ്രായേലിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് ഈജിപ്തിന്റെ സീനായ് മരുഭൂമിയും ജോർഡാന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും സിറിയന്റെ ജൂലാൻ കുന്നുകളൊക്കെ ഇസ്രായേലിന്റെ കയ്യിലേക്ക് പോയി. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ പിന്നെ ചില എഗ്രിമെന്റുകളൊക്കെ ഉണ്ടാക്കി തിരിച്ചു കൊടുത്തു എന്ന് മാത്രം. പക്ഷേ ഇപ്പോഴുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഏരിയ കംപ്ലീറ്റ് ഇസ്രായേലിന്റെ ബോർഡറിന്റെ ഉള്ളിൽ പോയി. ഇപ്പൊ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയും. വെസ്റ്റ് ബാങ്ക് പറഞ്ഞാൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗമാണ്. ജോർദാൻ നദിയുടെ മുതൽ പടിഞ്ഞാറ് വശത്ത് കിഴക്കൻ ജെറൂസലേം വരെ, അതായത് ബൈത്തുൽ മുഖദ്ദസിന്റെ ബോർഡർ വരെയുള്ള ആ പ്രദേശമാണ് ഇപ്പോൾ ഫലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചെറിയൊരു പ്രദേശമാണ്. അവിടെ ഫലസ്തീൻ അതോറിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കും ഫലസ്തീൻ അതോറിറ്റി പറയുമ്പോൾ അവർക്ക് ഭയങ്കര അധികാരമുണ്ട്. ഒന്നുമില്ല. ഫലസ്തീൻ അതോറിറ്റിക്ക് ബോർഡറിലൂടെ ഒരു പാസ് കൊടുക്കാൻ അവർക്ക് അനുവാദമല്ല. അവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ അവർക്ക് പറ്റും, സ്കൂൾ നടത്താൻ പറ്റും. അത് സാധാരണ നമ്മളൊരു മുനിസിപ്പാലിറ്റി എന്തൊക്കെയാ ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായത് ഗസ ഇതേമാതിരി അവർക്ക് അനുവദിച്ചു കിട്ടിയത് കൊണ്ടാണ്. ഗസക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗസക്ക് ഈജിപ്തിലേക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് ഗസയിലുള്ള ആളുകൾ അവിടെ വലിയ സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും വികസിപ്പിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ ഓർക്കണം, ആ പരിമിതി നിങ്ങൾ മാപ്പിൽ കാണും എത്ര സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവർ 6 യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, 26 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ. അവിടെ നിന്ന് പഠിച്ചു വളർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ടോപ്പ് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് അവിടുന്ന് പഠിച്ചു വളർന്നു വന്നത്. അവരിന്ന് ചെറുത്തു നിൽക്കുന്ന എല്ലാ സാധനവും അവരുടെ സ്വന്തം ടെക്നോളജിയാണ്. ഒരു മനുഷ്യനെ അവർ സഹായിച്ചിട്ടില്ല, ആർക്കൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായിട്ടാണ് അവർ ഇന്ന് വരെ വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒക്ടോബർ 7 അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞത് പ്രശ്നം ഒക്ടോബർ 7 തുടങ്ങിയതല്ലല്ലോ, ഇത് ഒക്ടോബർ 7 തുടങ്ങിയതൊന്നും അല്ലല്ലോ എന്ന് അയാൾ ഓപ്പൺ ആയിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാൾ ലോകത്തിന് വേണ്ടാത്ത ആളായി മാറി, ആർക്കും വേണ്ടാത്ത ആളായി മാറില്ലേ. ആ ഒരു സത്യം അയാൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ഒക്ടോബർ 7 തുടങ്ങിയതല്ല. എല്ലാവരും ചിന്തിക്കുന്ന അതാണ്, ഒക്ടോബർ 7 എന്തിനീ അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പുള്ള 70 കൊല്ലത്തെ ഹിസ്റ്ററി അനുഭവിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും. ഒരു ബോർഡറിൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഓരോ ഘട്ടങ്ങളിലും ഞാനിത് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. നമ്മൾ ബെത്ലഹേം ഈ വെസ്റ്റ് ബാങ്കിലെ പെട്ടാണ്. പക്ഷേ ജെറൂസലേമിൽ നിന്ന് ബെത്ലഹേമിലേക്ക് വരണമെങ്കിൽ അവിടെ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഉണ്ട്.
അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറുപ്പക്കാരനെ പുറത്തു പോകാൻ കഴിയില്ല. ഒരു ഫലസ്തീനി ചെറുപ്പക്കാരൻ, ഒരു ഫലസ്തീനി ബൈത്ലഹേമിലുള്ള ഫലസ്തീനി ചെറുപ്പക്കാരന് 11 കിലോമീറ്റർ ദൂരെയുള്ള ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കണമെങ്കിൽ ഇസ്രയേലിന്റെ പെർമിറ്റ് വാങ്ങണം. ഒറ്റ നിസ്കാരത്തിന് ഒരു പെർമിറ്റ് വാങ്ങി പോയാൽ പിന്നെ 6 മാസം കഴിഞ്ഞെങ്കിലേ പിന്നെ ഒരു പെർമിറ്റ് കിട്ടുള്ളൂ. സ്വന്തം നാട്ടില് ബൈത്തുൽ മുഖദ്ദസ് പോയി നിസ്കരിക്കാനാണ്. അതിലൂടെ കടന്നു പോകുന്ന ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തിൽ ചെറിയ ഗല്ലികളാണ്. ഇതിലൂടെ കടന്നു പോകുന്ന ഫലസ്തീനികളെ, ജൂതരുടെ ചെറിയ കുട്ടികൾ വരെ തുപ്പുന്നത് കാണാം. അൽ ഖലീലിലെ തെരുവിൽ ചെന്നാൽ, ഇബ്രാഹിം നബിയുടെ ഖബറുള്ള അൽ ഖലീലിൽ ചെന്നാൽ ചെറിയ ഇടുങ്ങിയ തെരുവുകളാണ്. അപ്പൊ നമ്മൾ അതിന്റെ താഴെ ചെറിയ ഷോപ്പുകളുണ്ട്. ഫലസ്തീനികള് ഉപജീവനത്തിന് വേണ്ടി നടത്തുന്ന ചെറിയ, അതിലൊന്നും ഉണ്ടാവില്ല, ഒരു 100 രൂപയുടെ സാധനം പോലെ അതിൽ വിൽക്കാനുണ്ടാവില്ല. അത്ര കഴിയുള്ളൂ. എന്നാലും അത് വിറ്റിട്ട് അവര് എന്തെങ്കിലും ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ടൂറിസ്റ്റുകളായി വരുന്നവരെ കിട്ടാൻ വേണ്ടി ചെറിയ ഷോപ്പുകളുണ്ട്. ചെറിയ 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 ഷോപ്പുകളാണ്. അപ്പൊ ആ ഒരു ഗല്ലിയുടെ മേലോട്ട് നോക്കിയാൽ വലിയ കമ്പിന്റെ വല ഇവര് ഫലസ്തീനികൾ കെട്ടിയിട്ടുണ്ട്. എന്താണ് കാര്യം? ഈ ഷോപ്പിന്റെ മുകളിലുള്ള ബിൽഡിങ്ങുകൾ പഴയ പുരാതനമായ ബിൽഡിങ്ങുകളാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്, കല്ലിന്റെ ബിൽഡിങ്ങുകളാണ്. ആ വീടുകൾ മുഴുവനും ഫലസ്തീനികളുടേതായിരുന്നു. ഇപ്പൊ ആരുമില്ല അവരൊക്കെ അവിടുന്ന് കുടിയിറക്കി കാണ്ട് അവരെ പുറത്താക്കിയിട്ട് അതിന് മുകളിൽ ജൂതന്മാരെ താമസിക്കുന്നത്. അപ്പൊ ഈ ജൂതന്മാരെന്ത് ചെയ്യും? അവരുടെ വേസ്റ്റുകൾ മുഴുവനും നേരെ ഈ ഷോപ്പിന്റെ മുന്നിലേക്കാണ്. ജൂതന്മാര് യൂറോപ്പിൽ ജീവിച്ചവരാണ്. അവർക്ക് വേസ്റ്റ് സംസ്കരിക്കാൻ എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ടല്ല. ഇവിടെ മാത്രം, ഫലസ്തീനിൽ മാത്രം. യൂറോപ്പിൽ ചെന്നാൽ അവർ ഭയങ്കര ക്ലീനാണ്, അവർക്കത് അറിയും എങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ മാത്രം അവർ ആ വേസ്റ്റുകൾ ദിവസവും രാവിലെയും വൈകുന്നേരം ഉച്ചക്ക് അവരുടെ എല്ലാ വേസ്റ്റുകളും ഇവരെ തരയിലേക്ക് വലിച്ചെറിയും. ഈ സാധുക്കൾക്ക് നിസ്സഹായരായിരിക്കാനല്ലാതെ ആരോട് ഇവർ പറയാതെ ആരോടെ പറയാ? ഇവർക്കൊരു കേസ് കൊടുക്കാനുണ്ടോ? ഇവർക്കൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഇവർക്ക് പരാതി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ ദുരന്തം ഇവര് എത്രയോ കാലങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതിന്റെ അനന്തരഫലമാണ് ഇപ്പൊ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷ അവസ്ഥകൾ മുഴുവനും അതിന്റെ ഉപോൽപ്പന്നമായിട്ട് സംഭവിച്ചതാണ്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എവിടെ നിന്നാണ് ഖുദ്സ് ഉത്ഭവിച്ചത് എന്നും എന്താണ് ഇതിന്റെ പശ്ചാത്തലമെന്നും ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററിയാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി കൂടുതൽ വിശദാംശങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. എല്ലാ സോഴ്സുകളും ഇന്ന് ലഭ്യമാണ്. കൂടുതൽ പഠിക്കാം. കൂടുതൽ ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ്. ഈ കഥകളെല്ലാം യൂറോപ്പിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എൻ്റെ ഈ ഹൃസ്വമായ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.